നിങ്ങൾ നോക്കിയുള്ളൂ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഞങ്ങളെ ദാരിദീപ, ഞങ്ങളെ ഈമാനുടെ സംരക്ഷണാക്കിയ ആള്, ഞങ്ങളെ ഇസ്സത്ത് കാത്ത ആള്, ഞങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിയുടെ പ്രാഥമിക പഠന പഠിപ്പാട്ടിയ ആള്, ആ മനുഷ്യ ആ ക്രാന്തികാരി സ്വരത്തെ കാരണത്തിലായിട്ട് മരിച്ചിട്ട് ചെമ്മ വർഷ കഴിഞ്ഞെത്തുന്ന സമയത്ത് ആ മനുഷ്യരുടെ മറ കാണ്ടിക്കുള്ള കാരണം. അങ്ങനെ കുറെ ആളുമാറുള്ള ഞങ്ങളെ കൂട്ടത്തില് മരിച്ചെങ്കും ഞങ്ങളെ മറക്കുകൊണ്ടും ആവില്ല. അങ്ങനെ ഞങ്ങളെ ഒട്ടിക്ക് ഇന്നത് പോലെ അതൊക്കെ ബാനായിട്ടായിട്ട് കിടന്നെങ്കിൽ ഇതെല്ലാം കൂട്ടിട്ട് ഒന്ന് നനപ്പാക്കെടുത്ത് എന്തൊക്കെ ചെന്നെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ ജാഗല് ഇതേപോലെ വാൾ നടക്കുന്ന സന്ദർഭത്തില് ഇതേപോലെ പരസ്പരം മുഖം നോക്കിക്കൊണ്ടിരുന്ന ആളുമാറെ കൂട്ടത്തില് ഉണ്ട് നിങ്ങളെ പാണ്ഡവർക്കളുടെ പരിസര പ്രദേശത്തിലുള്ള അതല്ലെങ്കിൽ പാണ്ഡവർക്കളുടെ ഖബർസ്ഥാനത്തിൽ ചുമ്മ ആളുമാറ് പോയിട്ടുള്ളവർ അല്ല. കഴിഞ്ഞ വർഷം ഇവിടെ ദച്ചിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ എത്ര ആളുമാറക്കും പോയിട്ട് നിങ്ങൾ ദഫനാക്കിറ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞങ്ങളെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ചുമ്മ ആളുമാറ് ഇന്ന് 2 വർഷം ഇതുപോലത്തെ ഇന്നൊരു വാർഷിക അവിടെ സന്ദർഭത്തിൽ എത്ര ആളുമാറ് ഞങ്ങൾ കുമ്പിട്ട് ദഫനാക്കു കൊണ്ടു ചൊല്ലു സാധ്യയില്ലാത്ത അല്ലേ? എത്ര ആളുമാർ ഇതിൽ ലെസ് അവിടെ ചൊല്ലു സാധ്യയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആയുഷ്യത്തെ ഇതുപോലത്തെ സത്കർമാക്കിട്ട് തീർക്കുന്ന പ്രയത്ന ഞങ്ങൾ മരിച്ചപ്പോ ഞങ്ങളെ പേര് ചൊന്നു ദ്വാരക്കിടതുപോലെ ഇന്നാൾ ഇതുപോലത്തെ സുന്ദരമായ പള്ളിക്ക് ബാനായിട്ട് കഷ്ടപ്പെടുന്ന ആള്, ഓടി നടന്ന ആള്, ഇതൊക്കെ ബാനായിട്ട് നിസ്കാരത്തിന് സൗകര്യമാക്കി തന്ന ആള്, മുസല്ലത്തിന് സഹകാരാക്കിയ ആള്, അതുപോലത്തെ ഇങ്ങനത്തെ നല്ല നല്ല സംരംഭത്തിന് സഹകാരാക്കിയ ആള്. അങ്ങനെ ചെന്നിട്ട് ഞങ്ങളെ പേര് ചെന്നിട്ട് അയ്യാത്തിക്കുമ്പൊത്തുകല്ല ഞങ്ങളെ പേര് ചെല്ലണായത് ഞങ്ങളെ പുകലണായത് ബദലുക. ഞങ്ങൾ മരിച്ചൽ പിന്നെ ഞങ്ങളെ പുകലിടത് പോലെ ഞങ്ങളെ പേര് ചെല്ലുടെ രൂപത്തിൽ നിന്ന് സ്വഭാവശൈലി ഞങ്ങളിൽ ഉണ്ടാവണു. ഞങ്ങളെ റായത്തിൽ നോക്കി ഇതുപോലത്തെ സുന്ദരമായ കാര്യക്രമം നടക്കുമ്പോഴത്തേക്കു എത്രയോ ബാലക്കാർ ഈ സദസ്സുക്ക് പറയാണ്ട് ദൂരത്തിലുള്ളവർ ദമ്മു കെട്ടാണ് അങ്ങനെ വരിക്കണ്ട ബാങ്ക് മൈക്ക് അങ്ങനത്തെ ദോടും ദമ്മു കെട്ടത് ഇന്നലെ മുഞ്ഞാണ്ടല്ലോ വാതുള്ളത്. അപ്പോ ചുമ്മ ആളും മാറി ഇതുപോലത്തെ കാര്യക്രമം നടക്കുമ്പോഴത്തേക്ക് ദൂരം നിൽക്കണത് പോയിട്ട് എന്തിനാവ് കൊണ്ടുള്ളാണ്ട് കുറെ ആൾ മറ അങ്ങനെ പോയിട്ട് എന്തിനാവ് കൊണ്ടു നാണോത്തെ പോയില്ലെങ്കിൽ എന്തിനാവിടും. പിന്നെ കുറെ ആൾമാരുള്ളവർ എന്തെങ്കിലും ചിലപ്പോൾ ഖത്തീബുള്ളി അറസായിട്ടിക്കോ അല്ലെങ്കിൽ റായത്തെ പള്ളിയുടെ പ്രസിഡന്റുള്ള സെക്രട്ടറിയുള്ള അറസായിട്ടിക്കോ നോക്കൂ. അല്ലെങ്കിൽ ആ പുതിയ കമ്മിറ്റി കഴിഞ്ഞ വർഷത്തെ മാസബിൽ പിന്നെ അവിടെ കമ്മിറ്റി ഒട്ടിക്ക് എത്ര നല്ല ഇക്കാല അങ്ങനെ ആയിട്ടിക്കോ കുറെ ആൾമാർ പള്ളിയുടെ പരിസരത്തേക്ക് പണ്ടില്ല. അത്ര കുറെ ടൈപ്പിടെ ആൾമാരെല്ലാം ഒന്നും ഞങ്ങൾ പേരിക്കോണായത് ഞങ്ങൾ പള്ളിയുടെ ഉസ്താദ്മാർക്ക് ചോറ് കൊടുക്കണതാവട്ടോ, പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കണതാവട്ടോ, പള്ളിക്ക് സഹകാരാക്കണതാവട്ടോ, മദ്രസക്ക് സഹകാരാക്കണതാവട്ടോ, അവിടെ ഖത്തീബിടെ നോക്കിട്ടാ, പ്രസിഡന്റിനെ നോക്കിട്ടാ, അല്ലെങ്കിൽ കമ്മിറ്റിടങ്ങളെ നോക്കിട്ടാ, അല്ലെങ്കിൽ റായത്തെ ഹിരിയ ആളുമാരെ നോക്കിയിട്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ബാനായിട്ട് റബ്ബുക്ക് ബാനായിട്ട് ചെല്ലുന്ന ചിന്ത ഞങ്ങളെ ഖൽബിലുണ്ടാവണം. ആ മനസ്സ് നിഷ്കളങ്ക മനസ്സോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട മാർഗത്തിൽ ചെലവാക്കുന്ന സന്ദർഭത്തിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുട്ട നമുക്ക് കൂലി കിട്ടതും ഞങ്ങളെ മക്ക സ്വാലിഹ്യങ്ങളാവിടുന്നു. ഞങ്ങളെ മക്ക സ്വാലിഹ്യങ്ങളാവിടെ എന്ത് കണ്ട് കേട്ടെങ്കിൽ ഞങ്ങൾ മരിച്ചപ്പോ ഞങ്ങൾക്ക് ദ്വാരക്കൊക്കെ വേണമായിട്ട് ഒന്നും നിങ്ങളൊട്ടേക്ക് കേക്കട്ടെ. കഴിഞ്ഞ പെരുന്നാളിൽ കുറെ ആളുമാർ ഹജ്ജ് പെരുന്നാളിലുണ്ടോ അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിടുണ്ട്, അതല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്റിടുണ്ട്. നിങ്ങളെ കൂട്ടത്തെ ആളുമാരെ ഖബർ സ്ഥാനത്ത് പോയിട്ട് സിയാറത്താക്കിട്ടിക്കുമായി അതും ആക്കാത്തങ്ങ ഉള്ളത് ആക്കിയങ്ങാണ്ട് കണ്ടെങ്കും അതിൽ പിന്നെ ഒരു വർഷത്തെ ഇടയ്ക്ക് ഇപ്പൊ റമദാന് ബന്ധിന് ഒരു തിങ്കളുടെ ഉൾഗത്തില് നോമ്പും പിന്നെ പെരുന്നാളും പറകു തുടങ്ങിട്ട്
ഈ ഒരു വർഷത്തെ ഇടയിൽ നിങ്ങൾ ആളുമാരെ നിങ്ങൾ കണ്ടെങ്കിൽ എത്ര ആളുള്ളവർ ചെന്നിരിക്കുക നിങ്ങൾ കൈയുദ്ധാക്കി ചെന്നിട്ട് കണ്ടെങ്കിൽ ഒരു പെർസെന്റേജ് സമയത്താ ഞാൻ ഒരു തിങ്കൾ കുറുക്കെങ്കും പോയിട്ട് ഉമ്മയുടെ ഖബറുടെ മുട്ട സലാമ ചെന്നര ബാപ്പക്കും സലാമ ചെന്ന് ബന്ധര എന്റെ ഒട്ടിക്ക് ഇന്നാൾമാർക്കൊന്നും സലാമ ചെന്ന് ബന്ധരണ്ട് ചില ആളുമാർ എത്ര ആളുള്ളവർ നിങ്ങളെ കൂട്ടത്തിൽ ഒന്ന് ആലോചനക്ക് നോക്കൂ. വേണ്ട പള്ളിക്ക് പോണ്ട പണ്ട സന്ദർഭത്തിൽ ആ ഖബർസ്ഥാന് കാണുമ്പോത്തുകൂ ആ മീസാൻ കലടെ ഒന്ന് നോക്കിയിട്ടൊന്ന് സലാമ ചിലടെ പോലത്തെ സ്വഭാവ ശൈലി അല്ല, ആ മീസാൻ കള്ള് കണ്ടിട്ടൊന്ന് സലാമ ചിലയുടെ സ്വഭാവ ശൈലി എന്ത് വേണ്ട കേട്ടെങ്കിൽ നാണും പടച്ച തമ്പുരാന് അതേപോലെ ഒരു നാൾ ആ മീസാൻ കലയുടെ അടിഭാഗത്തിൽ കിടക്കുകൊണ്ട് തമ്പുരാന് അതേപോലെ നന്റെയും നാണ് ഇന്നാള് മാറെ തിരിഞ്ഞു നോക്കില്ലെങ്കിൽ നന്റെയും നന്റെ ആള് മാറി നാളെ തിരിഞ്ഞു നോക്കാത്ത പോലത്തെ പരിസ്ഥിതി വെറും റബ്ബേ ചെറുടെ ആ ചിന്ത കൽബുടൽക്കത്തിൽ പണ്ട ആള് മാറി എത്ര ആളുള്ളത് മരണപ്രതി ഒരു മനുഷ്യരും പിടികൂടിയോണ്ടുണ്ടു ഉണ്ട്. അതേപോലെ രോഗിയായിട്ട് കിടക്കുന്ന ആള് മാറി വയസ്സാങ്ങിട്ട് ഇപ്പൊ മരിക്കൂ പിന്നെ മരിക്കൂ ചെന്നിട്ട് നിങ്ങൾ കണക്കാക്കിയോണ്ട് ഇന്നെ കാത്തോണ്ടുള്ള ആള് മാറി ഇന്നും ഹയാത്തിലുള്ളത്. മരണത്തെ ഒരു സൂചന സമയത്ത് ഇല്ലാത്ത ആളുമാറായിട്ട് ഈ പ്രപഞ്ചത്തെ ആറുണ്ട് വിട്ടുപോയോണ്ടുള്ളത്. ഒരു 3 നാൾക്ക് മുന്നിൽ ഒരു 4-3 മയ്യത്ത് നോക്കിയതാണ്. അതിൽ ഒരാൾ അറിയണ്ട് തിരിയണ നന്റെ നിരക്കരുടെ കാതിരാക്കച്ചലുടെ ഒരു മനുഷ്യ, ഒരു സാധുവായ മനുഷ്യ, മക്കളിൽ വല്ലാത്ത പിരിസവല്ലാത്ത പിരിസയാൾക്ക് മക്കളെ കണ്ടെങ്കിൽ പളക്ക പറയാണ്ട് ചിരിപ്പാട്ടാണ്ട് പോകില്ല. അങ്ങനത്തെ ഒരാള് സാധാരണ ഒരു തിങ്ങളുടെ ഇടലായിട്ട് ദൂരത്തിലും മുട്ടത്തിലും ഇന്നലെ സംബന്ധത്തെങ്ങ ഇളങ്ങ മൂത്തെങ്ങ അങ്ങളെ മക്ക കൂട്ടുകുടുംബത്തെങ്ങ നാളിങ്ങനെ ഒരാളെ തേടി നടക്കുക തുടങ്ങിയിട്ട് ഒരാറാവുത്തുക പോകു തുടങ്ങിട്ട് പളക്ക പറഞ്ഞിട്ട് ചിരിച്ചിട്ട് കളിച്ചിട്ട് പാട്ടിത്ത് അങ്ങനെല്ലാം ഉത്തുക പറകു തുടങ്ങിയിട്ട് ലാസ്റ്റ് ടൈമുള്ളത് ഉപ്പിനങ്കടി ചില്ലറായത്ത് സ്വന്തം ഇലവുണ്ട ഉത്തുക പോയിട്ട് ഇലവുണ്ടലുള്ള പളക്ക പറഞ്ഞിട്ട് കുടുംബത്തെല്ലാം മുട്ടാക്കിട്ട് എന്തോ ഒരു മരണത്തെ സൂചന കിട്ടിയത് പോലെ ഇലവുണ്ട ഔത്തുക്ക് പോയ ആൾ എന്തോ സർബത്താ തണ്ണിയാ കുടിച്ചിട്ടവിടെ മൗത്താവിടൂ മയ്യത്തായിട്ട് ബോളം തുറക്കു. പിന്നെ എത്ത പാട്ടത് അല്ലാഹു തആല ആ നല്ല മനുഷ്യന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അയാളെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. വിശനാ ചെന്നോണ്ടിൽ അത്ര ഉള്ള മരണത്തെ നാപ്പാക്കിയതും സമയത്ത് ആള് മാറല്ലങ്ങ. പിന്നെ ഒരാള് നിന്റെ പിരിസത്തെ ചങ്ങായി 10-25 വർഷത്തിൽ പിന്നെ മുട്ടത്തെ പരിചയുന്ന ആള് ഇളങ്ങ മൂത്തങ്ങളെ പോലെ ഇന്നയാള് എവിടെന്നെങ്കും തേടിയോണ്ട് ബറു നാണിന്ന വളച്ചൽക്കും നിരന്തര ബന്നോണ്ടിന്ത് ബന്ധുസ്ഥാരെ കണ്ണ ചായ വീണു ചെന്നു ഒട്ടിക്ക് ചായ ആക്കിട്ട് നിങ്ങൾ കുടിക്കടത് ചെമ്മനേറെ പളക്ക പറയടത് അയാളെ ഫാമിലിയുടേത് അയാളെ കുടുംബത്തങ്ങളത് അയാളെ പോണ്ടത് ബണ്ടത് അയാളെ വ്യവഹാരം എല്ലാം ഇങ്ങനെ ഓരോന്നു ചെന്നിട്ടുള്ള പളക്ക പറയൂ. അയാളെ കഷ്ടവും സുഖവും ചൊല്ലു, ദുഃഖത്തെ വിഷയവും ബേജാറുടെ വിഷയവും ചൊല്ലു. നാണ് കേക്കിടക്രമുണ്ട് എന്തുകളെ നിങ്ങളെ ബേജാറുടെ വിഷയാ നിങ്ങളെ കുടുംബത്തെ വിഷയമുള്ള ചിലടതുണ്ട് കേട്ടപ്പോ ആ മനുഷ്യ ചെന്നോണ്ടുള്ളത് ഉസ്താദേ എന്നെ മനസ്സിൽ നിന്ന് ദിന്നത്തെ ഒന്ന് കീഴുപയോഗിക്കുക. നിങ്ങളെ ചെന്നിട്ടാകുമ്പോ നിങ്ങൾ ഒന്ന് ദ്വാരന്നിട്ടാകുമ്പോ നല്ല സബുറോട് കുറേ സമാവോട്ട് നിങ്ങൾ ചൊല്ലുമ്പോ സാന്ത്വന കിട്ടുന്ന കുറെ നല്ല അവിടെ ഒരു മനസ്സുകൊരു നെമ്മതി ഉണ്ടാവും. അതൊക്കെ വേണ്ടതാണ് ചിലടെ ചെന്നിട്ട് ബഹുമാനപ്പെട്ട കോട്ടപ്പുറമുള്ള ആളെ കോട്ടപ്പുറ അബ്ദുൽ ഖാദർ ഹാജി എവർഗ്രീൻ ചെന്നൊരു പ്രസിദ്ധനായ ഒരു കാലത്ത് എത്രമോ മദ്രസത്തും പള്ളിക്കും പാവത്തങ്കും അനാഥകും വിധവകും എത്രയോ ആളുമാർക്ക് സഹക്കാറാക്കിയ ആള്, ഒരു കാലത്ത് എല്ലാവർക്കും വേണായ ആള്, ധാരാള സ്വത്ത് സവലത്ത് ധാരാളം തെരിഞ്ഞിട്ടും തെരിയാണ്ടും കോരി ഭാര്യ കൊടുത്തോണ്ടിരുന്ന ആള്. അങ്ങനത്തെ മനുഷ്യരാ ഇപ്പുറത്ത് എന്തോ ഒരു കാരണത്തില് ആ മനുഷ്യ സമ്പൂർണ്ണ കടത്തിലായിട്ട് കഷ്ടത്തിലായിട്ട് ഇന്ത് ആയെങ്ങത് കാട്ടിയോണ്ടില്ലാത്ത ആ ദുഃഖച്ചമ്മയില്ലാത്ത ആ അബ്ദുൽ ഖാദർ ഹാജി എവർഗ്രീൻ ചെല്ലുന്ന മനുഷ്യ അതേപോലെ മുഞ്ഞാണ്ട് ബംഗളൂരു പോയിട്ട് തിരിച്ചു വണ്ട സന്ദർഭത്തിൽ ഫോണാക്കിട്ട് ചെമ്മനേറെ പളക്ക പറയിട്. അതേപോലെ ഉച്ചക്ക് വന്നിട്ട് ഉച്ചകത്തിൽ വിശ്രമത്തിക്കട സന്ദർഭത്തിലായിട്ട് കിടങ്ങ മനുഷ്യക്ക് തെച്ചൗടുകെ പടച്ച തമ്പുരാനുടെ ആ വിളിക്ക് ഉത്തര കൊടുക്കണായിട്ട് വന്നത്. ചെന്നോട്ടിൽ ഇത്രമോ ആയിരക്കണക്കിനാളും അവിടെ വന്നത് യാസീൻ ഓതി പോയാറ്. ആ മനുഷ്യരുടെ പണ്ടൊരു കാലത്ത് ഉപകാരം അനുഭവിച്ച ആളുമാർക്ക് അയാൾക്ക് ദ്വാരം തര. സാധാരണ അബ്ദുൽ ഖാദർ ഹാജി പളക്ക പറയുമ്പോ ചെന്നോട്ടിന്നൊരു പളക്കത്തിൽ ആശ്രയമുള്ള ഉസ്താദേ നക്ക് 2 ഉദ്ദേശമേ ഈ ഭൂമിയിലുള്ളത്. ഒന്നും അറിയ നിന്റെ കടവുണ്ട് ചെന്ന് കടത്തെ നന്റെ കയ്യാറെ കൊടുക്കാണ്ടതാണ് മരിക്കു തീരാചന്റെ ഉദ്ദേശനക്കുള്ളത്. നന്റെ കടത്തെ നന്റെ മക്ക ബീഡ്ര പോലത്തെ പരിസ്ഥിതി ഉണ്ടാവുക തീറ. രണ്ടാമത്തത്
നാണ് മരിച്ചൽ പിന്നെ ഉസ്താദേ നിരന്തരം എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ ഓതിയതിൽ കൂലി കിട്ടിയോണ്ടിക്കൂബേണായിട്ട് ചെറിയൊരു എന്തെങ്കിലും ഹിഫ്ള് കോളേജ് പോലത്തെ എന്തെങ്കിലും ചെറിയതൊരു 10 മക്കൾക്ക് ദീന് പഠിപ്പാട്ട പോലത്തെ എന്തെങ്കിലും ഒരു സംസ്ഥ എന്നൊക്കെ ഉണ്ടാക്കണോ ചൊല്ലു ആസ ഇത് മാത്രം എന്നൊക്കെ ദുനിയാവുള്ള ചെന്നിട്ട് അങ്ങനെ അതിലെ വിഷയത്തില് വ്യവഹാരത്തേക്ക് പോയ ആള് ലാഭം കിട്ടെങ്കിൽ ഈ 2 സ്വറത്താക്കി തീർക്കല്ലേ ചെന്നിട്ട് അങ്ങനെ വ്യവഹാര പാതിൽ വെച്ചിട്ടായിട്ട് 2 കിനാവും അത് നെനസാവാണ്ടത് പൂർത്തിയാക്കുക തീരാണ്ട് മരിച്ചു പോണ്ടത് ഒന്ന് ആലോചനാക്കി നോക്കൂ ചെന്നോട്ടുള്ളതാണ് ആ വ്യവഹാരം അല്ലാഹുവേ ആ വ്യവഹാര ചന്തത്തിൽ അത് പൂർത്തിയായിട്ട് മക്കളെ കൊണ്ടിട്ട് ആ കടലിലെ തീർത്തിട്ട് അയാളെ കാസിലെ കട തീർത്തിട്ട് അയാളെ മേലെ ഖുർആൻ ഓതിര പോലത്തെ സംസ്ഥ മക്കൾക്ക് ഉണ്ടാവുക വേണ്ടിട്ട് പടച്ചറബ മക്കൾക്ക് നല്ല ബുദ്ധിമാസ്യം അന്തസ്സും സബലത്തും കൊടുക്കും തമ്പുരാന് അയാള് ബംഗളൂരിൽ തുടങ്ങി വെച്ചിരുന്ന വ്യവഹാരത്തെ പടച്ചറബ നിന്റെ ബദരീങ്ങളെ കാരണത്തിൽ നിന്റെ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കും അല്ലാ അയാളെ ഖബർ അല്ലാഹുവിനെ വിശാലമാക്കി തമ്പുരാന് ജന്നാത്തു നഈമിൽ സാലിഹീങ്ങളൊട്ടിಗೆ ചേർപ്പാട് തമ്പുരാന് ജീവിതത്തിലാക്കി പോയ എന്തെങ്കിലും തെറ്റപ്പ് വ്യത്യാസത്തെ റബ്ബേ നിന്റെ റഹ്മത്ത് കൊണ്ട് പൊറുക്ക് അല്ലാഹ് ഈ 2 മരണം ഇന്നൊരു വേറെ ഒരു മരണവും ഒരു പെണ്ണുങ്ങളെ അപ്പൊ ചെന്നോണ്ടുള്ളത് ഇത്രമേ ഉള്ള മനുഷ്യളത് നിങ്ങൾ കിനാവ് കണ്ട മാത്ര കിനാവുടെ പിറകില് പോണ്ടത് മാത്ര ഇന്നലെ ഒരു വീഡിയോ കണ്ടതാണ് എന്റെ ഒട്ടിക പണ്ട് ലത്തീഫ് കാട്ടിയത് അല്ലെ ഒരു കുതിരലൂർ മനുഷ്യ പുതിയ ആപ്പിള പണ്ടത് കുതിരൽ ഇണ്ടല്ലോ അങ്ങനെ ഉള്ളത് ഇന്നതിലെല്ലാം തുടങ്ങി പുതിയ ആപ്പിളയാണ് കൊരിയ നാല് കളിയിട്ട് മയ്യത്ത് കട്ടിൽ കൊമ്പായിട്ട് കുത്താക്കി കൊമ്പോ കൊണ്ട് പുതിയ ആപ്പിളിനെ പുതിയ പനടയും അതിലെ ചത്തില്ലെങ്കിൽ മൈ കുതിരലായിട്ട് കിടന്നിര കൊമ്പോണ്ട പുതിയ ആപ്പിളെ പെണ്ണിടെ ഉത്തര ജാലക വന്നപ്പോ പുതിയ ആപ്പിളുടെ ഒട്ടിക ഒരു മടിയിൽ ഒരു കിടാവിന്റെ ചെറിയത് പുതിയ പെണ്ണിടെ ഉത്തര പിത്തൽക്ക് വന്നിട്ട് എത്തിയതേ ഉള്ളേ കിടാവുടി എടുത്തിട്ട് കയ്യിൽ കൊടുത്തു ആരതോ കയ്യിൽ കൊടുത്തു കൊടുക്കലോട് കൂടെ മനുഷ്യ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കുതിരമേളിൽ പോകുന്നൊരു മരിക്കിട് അല്ലേ അവിടെ പെണ്ണിടെ ഉത്തര പിത്തലായിട്ട് കിട പുതിയ ആപ്പിളെ കുതിരയുടെ മേളിലെ പൂന്നിട്ട് മരിക്കിടത് ഇത്ര ഉള്ളലാ എത്ര മയ്യത്ര ചരിത്രം ഇങ്ങനത്തതല്ല അതിന് ഇടല് നിങ്ങൾ കളിക്കുന്ന കളിയും ഞങ്ങളെ അഹങ്കാരവും ഞങ്ങളെ അഹംഭാവവും എന്തുകൊണ്ടുവന്നുണ്ട് ഒന്ന് ഫസ്റ്റിക നിങ്ങളെടുക്കുന്നതാണ് ചിലരുടെ എന്തുകൊണ്ട് ചെന്ന് ഞങ്ങളെ മക്കൾക്ക് കഷ്ട എന്തിന് ചെന്ന് ഞങ്ങൾ കാട്ടിക്കൊടുത്തില്ല അതായിട്ട് ഇവിടെ ഉമ്മയും ബാപ്പിയുമാക്കി ഏറ്റവും വലിയ തെറ്റത് തപ്പത് മക്കൾക്ക് കഷ്ടപ്പാട് എന്തിന് ചെന്നിട്ട് കാട്ടിക്കൊടുക്കാതെ തപ്പായിട്ട് ഇവിടെ ഉണ്ട് മക്ക ഞങ്ങളെ തലക്ക് പത്തിയോണ്ടുള്ളത് ഇവിടെ ഞങ്ങളെ ഉസ്താദ് നെനപ്പാക്കിയത് പോലെ അഫാന് ചിലരുടെ ബാലക്കാറ നല്ല ബാലക്കാരല്ല സ്വത്തും സബളത്തും എല്ലാം ഇന്നയാളെ ബാബ ഗൾഫിലുള്ള ആള് ഉമ്മടെ സുത്തലടിച്ചിട്ടായിട്ട് ഇവിടെ തലക്കടിച്ച് കൊല്ലിടത് ഒരു സുത്തലടിച്ചിട്ട് കൊല്ലണമെങ്കിൽ നേരെ എത്ര വേണോ ഒരു ജീവ പോണെങ്കിൽ എത്ര നേരെ വേണം ആലോചനാക്കി നോക്കുള്ളൂ തലക്കൊന്നും സുത്തലടിച്ചിട്ട് കൊല്ലിടേണ്ട കണ്ടെങ്കിൽ അജ്ജിടെ കൊന്നിട്ടു കുഞ്ഞപ്പടെ കൊന്നിട്ടു കുഞ്ഞപ്പടെ പെഞ്ഞി കുഞ്ഞുമട കൊന്നിട്ടു പിരിസഭയ്ക്കൂടെ ഒരു പെണ്ണിടെയും കൊന്നിട്ടു ഒന്നാലോചന 5 ആളുമാരെ ജീവമായിട്ട് ഉമ്മന്റെ സീരിയസിലുണ്ട് അവനക്ക് ഒരു തലവെച്ചമയില്ല നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചെന്നിട്ട് 5 ആളെ കൊന്നിട്ട് വന്നേ 6 ആളെ കൊന്നു വന്നിട്ട് ഒരു അഭിമാനത്തിൽ ചെല്ലത് പോലെ അഭിമാനമേ നെക്സ്റ്റ് തവണ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രി അല്ലെ എന്തിനെ MLA വോട്ടുകൾ നിൽക്കും ഇതിക്ക് സീറ്റല്ലാക്കി അങ്ങനത്തെ കള്ളമാർക്ക് ഉണ്ട് സീറ്റ് കിട്ടത് അല്ലെ എത്ര ആളെ യാറാക്ക കൊല്ലുടെ എത്ര പേര് റൗഡിമാർ അങ്കായിട്ട് കിട്ടുന്നുണ്ട് പഞ്ചായത്തും അതേപോലെ MLAയും MP മാരും MLA എല്ലാം ഇത് കണ്ടോണ്ടുള്ള വലിയ വലിയ റൗഡിമാറായിട്ട് കിടാറ് പ്രധാനമന്ത്രി അടുത്തോളം ആൾമാർ അതേപോലെ ആറ് കൊല്ലുടാറ് അങ്കായിട്ട് കിട യാറ പവർ അപ്പോ അങ്ങനത്തെ മരണത്തെ ചരിത്ര അതേപോലെ നിങ്ങൾ നോക്കിയുള്ള ഒരു പ്രവൃത്തിങ്ങൾക്ക് മുന്നിൽ കേരളത്തെ കാലിക്കട്ട് റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു ബാലക്കാര മരിച്ചു പോളൂടു സ്കൂളിക്ക് പോയ ചെറുക്ക അങ്ങനെ മയ്യത്തല്ല തനിക്കാക്കി നോക്കുന്ന സന്ദർഭത്തിൽ കൊന്നതാ അതേ ക്ലാസ്സിൽ പഠിക്കണ ഒട്ടിക പഠിക്കണ മക്ക അതേപോലെ സംബന്ധത്തെ മക്കായിട്ട് കിടർക്കുന്നത് പർത്രങ്ങൊന്നുമല്ല ഇതെല്ലാം പിറകത്തിൽ കളിച്ച ജാലക ശക്തി ഏതുണ്ട് കിട്ടുന്ന ഇവിടെ നനപ്പാകിയത് പോലെ മാതക ദ്രവ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായിട്ട് വിരോധാക്കിയ അവസ്ഥയായിട്ട് കഴിയും അതൊക്കെ ചെല്ലത് കള്ള് ചെല്ലത് അതേപോലെ ഗാഞ്ചവും ബ്രൗൺ ഷുഗറും ഹെറോയിനും അഫീമും അമർ പദാർത്ഥം ഇതുപോലത്തെ സകലവും മനുഷ്യരുടെ കൊള്ളുടത് സകല നാശാക്കിടത് ഇതായിട്ട് മനുഷ്യരുടെ സർവനാശാക്കിയത് അല്ല ചെല്ലെന്തൊക്കെ ചെന്നെങ്കിൽ ഞങ്ങളെ മക്കയുണ്ട് എച്ചിനംസ ബാലക്കാർ എവിടത്തോളാ മാംഗ്ലൂർ സിറ്റിയിലുള്ള എച്ചിനംസ നഴ്സിംഗ് ഹോം ഉണ്ടല്ലേ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലേ ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസുമാർ സമ്പൂർണ്ണമായിട്ടും ഗാഞ്ചത്തെ വ്യാപാരിമാര് പഠിക്കുന്ന വിദ്യാർത്ഥിമാർ ഡോക്ടർ പഠിക്കുന്ന വിദ്യാർത്ഥിമാരായിട്ട് കിടത് ഹെറോയിൻ ബാണിയാക്കിടത് അതേപോലെ ബ്രൗൺ ഷുഗർ ബാണിയാക്കിടത്
ഗാഞ്ച വ്യവഹാരാക്കണത്, അത് യൂസാക്കണത്. ഇപ്പുറത്തൊരു ജണ്ടുവാറ മുന്നുള്ള നിന്റെ ഒരു ചങ്ങായിയുടെ മോണ് ഇപ്പൊ നല്ല മുട്ടത്തെ പരിചയുന്ന ഒരു ബാലക്കാറ. ആ ബാലക്കാറ MBBS പാസ്സായാൽ പിന്നെ നേരെ ജുബൈൽക്ക് ബാണിയത്തുക്ക് പോണ്ടു, ഉദ്യോഗത്തുക്ക് പോണ്ടു. എന്തൊരു ഉദ്യോഗം? ഡോക്ടറായിട്ട് പണിയാക്കുകയല്ല, ബദലുക വേറെ ബിസിനസ്സുകായിട്ട് കിടാ മനുഷ്യ ജുബൈലിക്ക് പോണ്ടത്. നാണ് കേട്ട് നീ MBBS പാസ്സായാൽ പിന്നെ ബിസിനസ്സുക്ക് പോണ്ടെങ്കിൽ 1.25 കോടി രൂപ ചെലവാക്കിട്ട് എന്തൊക്കെ നീ ഇത്ര കഷ്ടം വന്നിട്ട് പഠിച്ചെണ്ട് കേട്ടപ്പോ ആ ചെറുക്ക് ബാലക്കാറ ചെന്നുള്ളൂ, ഉസ്താദ് നാണ് MBBS പഠിച്ചതുണ്ടല്ലേ, അത് എന്റെ നക്ക് മാത്രം കുന്തുള്ള ഉസ്താദേ, നക്ക് കുഞ്ഞ അതേപോലെ നക്ക് സർട്ടിഫിക്കറ്റ് തന്നാളുമാർ കുങ്കുന്തുണ്ടു. നാണ് പഠിച്ച MBBS ആരെങ്കിലും മറന്നു കൊടുത്തു കണ്ടെങ്കിൽ അങ്ങ് ചാവരല്ലാണ്ട് കുറെ ആളുമാർക്ക് മറന്നു കൊടുത്തൊരു കൊല്ല അല്ലാണ്ട് നന്റെ കൊണ്ട് ഒരാളെയും രക്ഷപ്പെടുത്തുക സാധ്യമില്ല. എത്രമേ എനക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ റാങ്ക്ഡ് വിദ്യാർത്ഥിയായിട്ട് കിടവണോ, നല്ല മാർക്കുകളെ പാസ്സായി വേണമണോ. നാണ് കേട്ട് നിക്കെന്ത് പിറാന്തലാണ്ട് കേട്ടപ്പോ ചെല്ലുടെ പളക്കാത് എന്തുകൊണ്ട് കേട്ടെങ്കിൽ ബാക്കി ടൈമിൽ ആരെങ്കിലും കൊന്നെങ്കിലും കേസുണ്ടു. ഡോക്ടർമാർ രോഗിയുടെ കൊന്നെങ്കിൽ കേസില്ല. ഡോക്ടർമാർ ആക്കിയ തപ്പുടെ കാരണത്തിൽ ഏതും ഒരു രോഗി മരിച്ചാണ്ട് കണ്ടെങ്കിൽ അതേപോലെ ആ രോഗിയുടെ കുടുംബത്തെങ്ക വന്നിട്ട് കുറെ നാള് കിരിക്കിരിയാക്ക് വരാല്ലാണ്ട് അതിനെ കാണപ്പുറത്തെന്തുമാവില്ലത്. കാരണം ഡോക്ടർമാർ കൊന്നെങ്കിൽ കേസില്ലാത്തത്. നാണ് മറന്നു കൊടുത്തെങ്കിൽ രോഗി മിഞ്ചലാണ്ട് നക്ക് കുന്തുള്ളത് അവന് ചാവ എന്തുകൊണ്ടിട്ട് MBBS സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് അത്രത്തോളം പഠിപ്പ് നിങ്ങൾക്കില്ല. അത്രത്തോളം പഠിപ്പ് നിങ്ങൾക്കില്ല, പഠിപ്പാട്ടില്ല. പിന്നെന്തേ സർട്ടിഫിക്കറ്റ് റാങ്കും അത് പൈസ യാറെ കൊടുത്തത്ര അതിക്ക് വാല്യൂ യാറെ കൂട്ടിയുണ്ട്. പണ്ട് ഫസ്റ്റ് റാങ്ക് കിട്ടണ ഒരു 2-3 കോടി ചെലവാക്കാറുള്ള MBBS ഫസ്റ്റ് റാങ്ക് കിട്ടു എഴുതുന്നുണ്ടില്ല, പഠിക്കുന്നുണ്ടില്ല. തെച്ചെങ് ഔത്തിൽ തെച്ചെങ് വൈ ഗാഞ്ചം ബ്രൗൺ ഷുഗറും പിന്നെ മറ ചുത്തുறது കുറെ ഉണ്ട്. പെണ്ണിടെ പിടിച്ചോണ്ട് മറ ചുത്തുறது ഈ ബണത്തുകളെ ചുത്തു വേണ്ടത് കുറെ ടൈപ്പ് പിറന്ന മറല്ല ഉള്ളല്ലേ. അങ്ങനെ ചുറ്റിന്റെ ടൈം പാസ് ആയി ഒരു 2-3 വർഷം അങ്ങനെ പോകുമ്പോൾ MBBS സീറ്റ് കിട്ടും. എത്ര ഉണ്ട് അങ്ങനത്തെ ചരിത്രം. ഔടുക സമയത്ത് എത്തിത്ത് ഡോക്ടർമാരുടെ സമയത്ത് നമുക്ക് തീരാത്ത പോലത്തെ പരിസ്ഥിതി. അവന് ചെന്നെ പഠിപ്പ് അത്രേ ഉള്ളേ. നന്റെ പഠിപ്പുള്ളതാണ്. കാസാക്കൊക്കെ പോയിട്ട് കുറെ ആൾമാർ ജീവ പോവല്ലാണ്ട് സുമാർ അവലെ കാരണക്കൊന്നും തെരിയല. അതുക്ക് വേണ്ടി ബിസിനസ്സുക്ക് പോണ്ടേ. ഇന്ത്യ HNMS മെഡിക്കൽ കോളേജിന്റെ പരിസ്ഥിതി ഇത് നമ്പർ 1 എന്തിനെ ബ്രോക്കർമാരായിട്ട് കിടറ് ഗാഞ്ചത്തെയും MDMയുടെയും ബ്രൗൺ ഷുഗറുടെയും അഫീമുടെയും അതേപോലെ ഇത്തരം അമല പദാർത്ഥത്തെ നമ്പർ 1 ബ്രോക്കർമാർ 6 കേട്ടുക മൈക്കാലത്തെ സീറ്റിലെ ഉൾഗത്തിലെ സമയത്ത് 6 ഡോക്ടർമാർ പഠിക്കടാളുമാർ, നഴ്സിംഗ് പഠിക്കടാളുമാർ. പിന്നെ ഡേഞ്ചർക്ക് പോയിട്ടുണ്ടോ ഞങ്ങളെ ഈ ഉമ്മത്ത്, ഞങ്ങളുടെ റായത്തെ ബാലക്കാർ കണ്ടില്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ ആവും? കാരണം ഒന്നാമത്തെ കാരണം ഉമ്മയും ബാപ്പയും മക്കൾക്ക് ആഡംബര പഠിപ്പാട്ടിയറല്ലാണ്ട് മക്കൾക്ക് ജീവന ചെന്നിന്ദ്രിയ കാട്ടിക്കൊടുത്തില്ല, ചെന്നു കൊടുത്തില്ല, പഠിപ്പാട്ടി കൊടുത്തില്ല. എത്ര പാപ്പടങ്ങ ഉള്ളവർ മക്കൾക്ക് കഷ്ട ചെന്നു കൊടുക്കടങ്ങ. മോനെ നണ്ടല് അങ്ങത്തത് കൊമ്പറകു നണ്ടല് കാസില്ല, നണ്ടല് അത് കൊമ്പറകു കാസില്ല. ആണിന്നാലിന്ന കടത്തിലുള്ളവണോ നയിപ്പ് സമത്തിലില്ലെന്നൊക്കെ പെഞ്ഞീടിൽ അതേപോലെ പെണ്ണെ നീ നണ്ടെന്ന് അറുത്താക്കനെയാണ്. നീ ചെന്നതല്ല കൊമ്പന്റെ പോലത്തെ പരിസ്ഥിതിയിലുള്ളതാണ്. നിന്റെ പട്ടിണിയാക്കല്ല പേടിക്കണ്ട. ആഡംബര നീ ചെന്നത് പോലത്തെ ബംഗാറും നീ ചെന്ന ജാക്കിൽ പോയിട്ട് ഡ്രസ്സും നീ ചെന്ന രൂപത്തിൽ വ്യവസ്ഥമാക്കുക നിന്റെ കൊണ്ട് സാധ്യയില്ല. ഇണ്ട് പെണ്ണിങ് അങ്ങനെ എങ്ങനെയുണ്ട് കേട്ടെ ആഡംബരത്തെ പിറകില് പോയറ് ഒരു അകവക്കളക്ക് പോയി അവിടെ എന്തെല്ലാം സൗകര്യം ഉണ്ടോട്ട് നോക്കിയറ്. അതേ ഞങ്ങളെ ഒത്തിലാവണോ ചെന്ന് പേരിച്ചറ്. അതൊക്കെ വേണ്ട മാപ്പിളുടെ തല തിന്നൊക്കെ തുടങ്ങിയറ്. മങ്ങിലത്തെ പോയി അവിടെ താഴ്വത്തങ്ങത്തത്, അവിടെ കിട്ട ബംഗാറങ്ങത്തത്, അവിടെ മങ്ങിലത്തെ സ്വഭാവ ശൈലി എങ്ങനെ ഈ രൂപത്തിൽ ഞങ്ങളെ ഉള്ളിലുള്ള ആഡംബര യന്ത്രമുണ്ട്. അതെല്ലാം ഞങ്ങളെ പെണ്ണിങ് വന്ന് നോക്കിയാറ്, മോളും നോക്കിയാള്. അതേപോലെ വന്നിട്ട് ഔത്തുലും ചെന്നറ് പാപ്പാ അങ്ങത്തെ ബംഗാറാവണോ, ഇങ്ങത്തെ ഡ്രസ്സാവണോ, ഇന്ന ഹോളാവണോ മങ്ങിള. ഇതുപോലെ ഇന്നൊരു മനുഷ്യരുടെ മങ്ങിലത്തെ ആഡംബരത്തെ മാത്രം കണ്ടിട്ട് വന്നിട്ട് ഔത്തിൽ വന്നിട്ട് പെഞ്ഞിയായവളും മോളായവളും തല തിന്നത് തുടങ്ങണത്. ഏതൊരു പെണ്ണും ഏതൊരു പെഞ്ഞയും ബേജാറാക്കേണ്ട ചെല്ലതല്. ഏതൊരു പെണ്ണും ഏതൊരു പെഞ്ഞയും ഒരു മനുഷ്യരുടെ സരളത്തിനെയും കൊണ്ട് കഷ്ടപ്പാടും ദുഃഖവും പഠിക്കുന്ന ക്രമയില്ല. വേങ്ങിട്ട് മങ്ങിലാക്കിയുടെ കുടുംബം എത്രമോ ഉണ്ട് നിങ്ങളെ ഇടല്. ആ കുടുംബത്തങ്ങളെ വിസയ തെരിയുക നിങ്ങളെ പെഞ്ഞിമാർ തയ്യാറല്ല. ഒരു പവണ ബംഗാറ് സമയത്ത് ഇല്ലാണ്ട് മങ്ങില അവിടെ പോലത്തെ സർവ വിവാഹത്തിൽ പോയി
പോയിട്ടെങ്കൊന്നു മങ്ങിലത്തെ കിനാവൊന്നു നെനസാക്കട പോലത്തെ ആളുമാറുള്ളറ് അത് ഞങ്ങളെ പെണ്ണിങ്ങൾക്ക് കാണുക ആവില്ല കണ്ടുമില്ലത് നോക്കടുമില്ല സ്വന്തക വിടറു ടൈൽസും മാർബിളും പെയിന്റിങ്ങും വിടറു ചൗപടി പട്ടിയുള്ള ആളുമാറുള്ളറ് ബാടികട ആളുമാറുള്ളറ് ബാടിക സമയത്ത് കൊടുക്കാണ്ട് കിരിക്കിര അനുഭവിക്കിടങ്ങ അതേപോലെ ചുറ്റുഭാഗത്തിലോ പാവത്തെ ആളുമാറ് ഒരാകെ കെട്ടുകൊടൊരു ഫൗണ്ടേഷൻ സമയത്ത് എടുക്കൊരു കല്ലെടുക്കുന്ന സമയത്ത് ഇല്ലാത്ത ആളുമാറുള്ളറ് കഷ്ടത്തിൽ ജോപ്പടി പട്ടിൽ തീക്കിട ആളുമാറുള്ളറ് ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് അത് കണ്ടിട്ട് ഞങ്ങളെ മക്ക അത് കണ്ടിട്ട് പാപ്പാ അല്ലാഹു ഇത്രയും തന്നല്ല അൽഹംദുലില്ലാ ചെന്നിട്ട് പൂർവ്വത്തെ സ്വഭാവ ശൈലി ഞങ്ങളെ പെണ്ണുങ്ങൾക്കില്ല ഞങ്ങളെ മക്കൾക്കില്ല മനുഷ്യരെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗ്ഗത്തിക്ക് പോണ്ട ഒരു മാപ്പിളയായവണ്ട് സ്വർഗ്ഗത്തിക്ക് പോണ്ട ബാപ്പായവണ്ട് സ്വർഗ്ഗത്തിക്ക് പോണ്ട മോണായവണ്ട് ഉമ്മയും ബാപ്പയും പെഞ്ഞയും മക്കളും ചേരിട്ട് നരകത്തിക്ക് കിടക്കുന്നത് സ്വഹാബത്ത് കേൾക്കണ യാ റസൂലല്ലാഹ് സ്വർഗ്ഗത്തിക്ക് പോണ്ട ബാപ്പടെ എങ്ങനെ റബ്ബേ എങ്ങനെ റസൂല് മക്ക നരകത്തിക്ക് കിടക്കുന്നത് സ്വർഗ്ഗത്തിക്ക് പോണ്ട മാപ്പിളയുടെ എങ്ങനെ പെഞ്ഞൈ നരകത്തിക്ക് കിടക്കുന്നത് സ്വർഗ്ഗത്തിക്ക് പോണ്ട പൂർവ്വത്തെ ബാപ്പടെ മക്ക എങ്ങനെ നരകത്ത് കിടക്കുന്നത് അവിടെ പോണ്ട വിഷയമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലട് അവന് അവന്റെ മട്ടകത്ത് ജീവനം നടത്തി കഞ്ഞെങ്ക് കഞ്ഞി തെളിയെങ്ക് തെളി ഇന്നത് സുധാരിച്ച് ജീവനം നടത്തിക്കൊണ്ടുള്ള ഉമ്മായവളു പിന്നൊരു മനുഷ്യർ ആഡംബര കണ്ടപ്പോ പെഞ്ഞയ്യായവൾക്ക് ഇന്നൊരു മനുഷ്യർ ആഡംബര കണ്ടപ്പോ മോളുക്ക് പിന്നൊരു മനുഷ്യർ ആഡംബര കണ്ടപ്പോ വന്നിട്ട് ബാപ്പടെ തല തിന്നത് തുടങ്ങിയ ബാപ്പാ അങ്ങളും അങ്ങനെ അമ്മങ്ങില അങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ മെഹന്തി ഇങ്ങനെ ആയിട്ടുണ്ട് ഹൽദി ഇങ്ങനെ ആയിട്ടുണ്ട് അതേപോലെ അറബിക് നൈറ്റ് ഇങ്ങനെ ആയിട്ടുണ്ട് ഞങ്ങളുടെ മാക്കില്ലെങ്കിൽ എസിയല്ല ബാപ്പാ ആൾമാരെന്തെങ്കിലും പേരിക്കല ബാപ്പാ ഞങ്ങൾ സുമാറുണ്ട് പേരിക്കല ബാപ്പാ എന്തായാലും അങ്ങനൊന്നും ഞങ്ങൾ ഉമ്മാക്കണം അക കണ്ടപ്പോ ഞങ്ങളുടെ 3 ബെഡ്റൂമുടെ അകമുണ്ടോ 2 ഫ്ലോറുടെ അകമുണ്ടോ ടൈൽസും ഗ്രാനൈറ്റും ബാത്റൂമും ഈ രൂപത്തിൽ ഇട്ടറാറ് കിച്ചണുടെ വ്യവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ടോ എല്ലാ റൂമുകളും എസി ഉണ്ട് ഞങ്ങളെ ഒത്തുക വന്നങ്ങ് നോക്കിട്ട് ചിരിക്കലേ ബാപ്പാ അങ്ങനെ ഞങ്ങളെ ആവണോ ചെന്നിട്ട് മോളായുള്ള തലതിണ്ടള് മാപ്പിളായും പെഞ്ഞയായുള്ള തലതിണ്ടള് ഉമ്മായോളും തലതിന്നത് തുടങ്ങിയ മോനെ കണ്ടുപഠിക്കണേണ് നിന്റെ കുഞ്ഞപട മോണ്ടെ കണ്ടുപഠിക്കണേണ് നിന്റെ മൂത്തവന്റെ മോണ്ടെ കണ്ടുപഠിക്കണേണ് പോയിട്ട് 2 വർഷത്തിൽ ബിൽഡി കെട്ടി അകങ്ങത്തത് കൊണ്ടുള്ള നിക്ക 2 വർഷത്തിൽ ഗൾഫുക്ക് പോയിട്ട് റായത്തിലേക്ക് 1.5 കോടി ഇവിടെ അക കിട്ടില്ലേ അതേപോലെ ബാട്ടിക്ക് ബിൽഡിങ്ങിന്റെ വ്യവസ്ഥ ആക്കില്ലേ ഫ്ലാറ്റിലാക്കിയിട്ടില്ലേ ഈ 10 വർഷത്തിൽ നയിച്ചിട്ട് എന്താക്കിയാളാ ചെന്നിട്ട് ഉമ്മായുള്ള ഒരു ഭാഗത്തിൽ മോണ്ടയും തല തിന്നത് തുടങ്ങിയാള് അന്തും നിന്തും ഉമ്മക്ക് ആഡംബര വേണായര് പെഞ്ഞിക്ക് ആഡംബര വേണായര് മക്കൾക്ക് ആഡംബര വേണായര് ആഡംബരത്തെ കാരണത്തിൽ ഈ മനുഷ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെഞ്ഞിയുടെ തൃപ്തിപ്പെടുത്തുക വേണായിട്ട് ജന്മത്തിന്റെ ഉമ്മയുടെ കൊസുപെടുത്തുക വേണായിട്ട് തിരുസത്ത മക്കളൊന്നും സന്തോളാകുപാടുക വേണായിട്ട് ആഹക്കുക്ക് തീരാത്ത സകലமான തപ്പട വ്യവഹാരത്തിൽ മൗനിലിടാ ബഡ്ഡിക്ക് വ്യവഹാരാക്കുക തുടങ്ങിയ ബാങ്കിയുടെ ബഡ്ഡി എടുക്കുക തുടങ്ങിയ പാണ്യത്തിൽ രോഗിയാക്കുക തുടങ്ങിയ സന്ദർഭം കിട്ടിയപ്പോ കള്ളത്തനാക്കുക തുടങ്ങിയ പടച്ചർമ്മ പൊരുത്തപ്പെടാത്ത ഹറാമായ സമ്പാദന തുടങ്ങിയ ഗൾഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്ത പാണ്യ ഹറാമായ പാണ്യ വ്യവഹാരം തുടങ്ങിയ അങ്ങനെ പെഞ്ഞൈ മക്കളെ കൊസിപ്പെടുത്തുക വേണായിട്ട് അവന് കൈയിടുക തീരാത്ത ജാഗകളിലെ കൈയിട്ടിട്ട് പടച്ചതമ്പുരാന് സ്വർഗ്ഗത്തിക്ക് കൊണ്ട് നല്ല മനുഷ്യനെ ഈ ഫാമിലിയുടെ കാരണത്തിന് നരകത്തിക്ക് കൊണ്ട് പൂർവ്വത്തെ പരിസ്ഥിതി ഉണ്ടാക്കുന്നത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആളുള്ള പ്രത്യൂർ റായത്തിലും അങ്ങനത്തെ ആൾ മറിയച്ചനും നാണ് ബേജാറാക്കണത് പിന്നെ കേൾക്കണത് നിങ്ങളൊട്ടിക്ക് ഉണ്ട് ബാങ്കിയുടെ പൈസ എടുക്കാണ്ട് ഫൈനാൻസിന്റെ പൈസ എടുക്കാണ്ടൊക്കെ കിട്ടി എത്ര ആളുള്ള ബാങ്കിന്റെയും ഫൈനാൻസിന്റെയും പൈസ എടുക്കാണ്ട് ലോൺ എടുക്കാണ്ടൊക്കെ കിട്ടി എത്ര ആളുള്ള കൂട്ടത്തിൽ ലോൺ എടുക്കാണ്ട് കാർ എടുത്ത എത്ര ആളുള്ള കൂട്ടത്തിൽ ഇന്നത്തെ ഹറാമും ചൊല്ലി അങ്ങനെ ഹലാലാക്കടെ തെരുവുണ്ടാണ്ട് നോക്കണല്ലാണ്ട് ഹറാമും ചൊല്ലും പോലെ പിന്നെ എങ്ങനെയുള്ളപ്പ ഞങ്ങളൗത്തുള്ളൂ നല്ലത് ഞങ്ങളൗത്തുള്ളൂ നല്ലത് എങ്ങനെ കൊടിക്കൂ എങ്ങനെ നല്ലത് ഉണ്ടാവും ഞങ്ങളൗത്തുള്ള ആലോചന ഏത് റൂമുകത്തിൽ നീക്കര് ഏത് റൂമത്തിൽ ഉണ്ട് ഏത് ഔത്ര ഉൾഗത്തിൽ പിന്നെ കിടന്നിട്ടായിട്ട് ഇവിടെ മക്ക ഉണ്ടായത് ഏത് ഔത്ര ഉൾഗത്തിൽ നിന്ന് ആഹാരം തിന്നിട്ടായിട്ട് ഇവിടെ മക്ക വല്ലത്
പിന്നെ അങ്ങനെ നല്ലതുണ്ടാവും നിങ്ങളെ സ്വഭാവങ്ങൾ നിങ്ങളുടെ കാസില്ലാണ്ടല്ല ബദൽക്ക് സുമാരിയായിട്ട് ഇണ്ട് നിങ്ങളെ റായത്തുള്ള സ്വഭാവങ്ങൾ ജണ്ടലാകുർബ കയ്യിലെന്ന് 40 അക കിട്ടറ 38 ലക്ഷം രൂപ ബാങ്കയുടെ ബഡ്ഡിക്കെടുത്തവണോ അതിന് സ്വന്തമായിട്ട് 5 വർഷം 20 വർഷം വേണം അവിടെ നയിച്ചത് കൂത്തും ബഡ്ഡി കെട്ടിക്കെട്ടിക്കെട്ടും ഹൈറാണായിട്ട് പോയിറ പോണ്ട ദൈക്കുബാനായിട്ട് പെഞ്ഞയും 2-3 മക്കവും മൗത്തുള്ളത് ഒരു 2 ബെഡ്റൂമിന്റെ സാധാരണ രൂപത്തിൽ നിന്ന് അവമയ്യാവൂ അവന്റെ ഫാമിലി ആളും മാറുണ്ട ചങ്ങായിമാർ വലിയ വലിയ ബിൽഡിംഗ് കെട്ടിടത് ചെന്നിട്ടങ്ങളെ സ്പർദ്ധാക്കുബാനായിട്ട് ബഡ്ഡി കെടുത്ത അകത്യത്ര കാണ യാറെ അകത്യത്തെ കാണ യാറെ ആയിട്ട് മനുഷ്യന്റെ ചെലവാക്കിക്കൊണ്ടുള്ളത് നിങ്ങൾ നോക്കിയുള്ള ഒരു മനുഷ്യര് 20 लाख रुपये ഉണ്ടോട്ട് കണ്ടെങ്കിൽ ഒരു സാധാരണ രൂപത്തിൽ ജീവൻ നടത്തുകയും ഇന്നത്തെ കാലത്ത് അത്രയും വേണ്ട ആയങ്ക കെട്ടകമായ 80 लाख रुपये 5-6 ബെഡ്റൂം ഔത്തുള്ളത് 3-4 6-7 ബെഡ്റൂമിന്റെ ആയിട്ട് എന്തെല്ലാം സൗകര്യം തമ്പുരാൻ ഔത്തുള്ളത്തില് അവനൊരു 300-400 വർഷം ഔത്തും ഇഞ്ച കൊണ്ട് ചെണ്ട രൂപത്തിലായിട്ട് അക കിട്ടിയോണ്ടുള്ളത് പത്രമായ രൂപത്തില് ചന്തത്തെ അക വേണ്ടേ അത് അക വേണം ചന്തത്തെ ഒരു അകവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെലട് ഒരു മനുഷ്യക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ഔത്ര സൗകര്യം ഔത്ര അല്ലാഹു ഒരു മനുഷ്യക്ക് കൊടുത്തെങ്ക നല്ലൊരു സ്വാലിഹത്തായ പെണ്ണിടെ ഒരു മനുഷ്യക്ക് പടചടമ്പുരാനെ പെണ്ണിയായിട്ട് കൊടുത്തെങ്ക നല്ലൊരു വാഹനത്തൊരു മനുഷ്യക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തെങ്ക അവർക്ക് അല്ലാഹു തആല ധാരാളം ഖൈർ കൊടുത്താ ചന്ദ്ര സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ 8 लाख रुपये കാർ എടുത്തങ്ങ് പോക അവിടതില് അവനെ 80 लाख रुपये കാർ എടുത്ത എന്തൊക്കെ സ്പർദ്ധ ആളാവുക ഗത്ത കാട്ടുക വേണം സീറ്റ് ഒന്നേ ഇതിലും 5 സീറ്റുള്ള മാർഗവും അതേപോലെ 8 लाख रुपये കാറും 80 लाख रुपये കാറും പോലെ റോഡ് ഒന്നേ സ്പീഡും ഒന്നേ അല്ലേ ഡ്രൈവറും ഒന്നേ വിഭിത്ര ഡീസലും ഒന്നേ പെട്രോളും ഒന്നേ എന്തൊരു ഒരു വ്യത്യാസമില്ല യാറെ ഉൽഗത്തിൽ യാറെ സൗകര്യാണ്ട് മാത്രം എ സി ഉള്ള മാമൂലി പൊട്ടുകാറുകളും यार अपने सारे दोस्त ना നോക്കണമെന്നുള്ള കണ്ണൊന്ന് തിരിഞ്ഞു നോക്കുകയായിട്ട് ഇണ്ട് മനുഷ്യർ പിറാന്തല്ല ഇണ്ട് മനുഷ്യൻ അടംബരത്തെ പിറകില് പോയോണ്ടുള്ള കിന അവിടെ പിറകില് പോയോണ്ടുള്ള എന്ത് പിറാന്തേണ്ട് കൊണ്ടുണ്ടെനിക്ക് ഇണ്ട് ഞങ്ങളെ അക കിട്ടത് ഞങ്ങൾ വാഹനം എടുക്കരുത് ഞങ്ങളെ സൗകര്യത്തിലെല്ലാം കാണ്ടോണുക ചന്ത കാണുകയാണായിട്ട് അല്ലേ ನಾನು ಗಲ್ಫ್ಲು ಕುರೆ 10-20 ವರ್ಷದ ಮುಂದೆ ಗಲ್ಫ್ಲಲ್ಲಿ ಕುರೆ ಟೈಮ್ അവിടെ സാധാരണ അറബിമാർ കുറെ ചങ്ങായിമാരുള്ള അകവക്കൾക്ക് അബ്ബടെ മങ്ങിലത്തുകളെ വിളിച്ചോണ്ടല്ലുന്ന അബ്ബടെ മങ്ങിലത്ത് മക്ക വിളിക്കടല്ല അബ്ബടെ മങ്ങിലത്ത് മക്ക വിളിക്കട വന്നിട്ട് ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട് ബാപ്പടെ 3-ാമത്തെ മങ്ങില വന്നിട്ട് ഒറുകളിക്ക് കണ്ടിട്ടേ തീരുള്ളൂ അവിടെ എല്ലാം അങ്ങനെ ഞങ്ങളുടെ റായത്തില് കട്ടിട്ട് പോയിട്ട് അവിടെ പിന്നെ പെഞ്ഞയുടെ കുടുംബത്തങ്ങളുടെ താറാമ അടിയോടെ ലാട്ടി ചാർജ് ആക്കി വിളിക്കാറ് അവന് 2-ാമത്തെ മങ്ങിലായിട്ടുണ്ട് കണ്ടെങ്കിൽ എന്തോ പാരി വലിയൊരു തപ്പു അത് നരകത്തെ അടിരെ തട്ടുക്ക് പോണ്ട് പോലത്തെ ശിക്ഷ ആയിട്ട് കള്ളു കുടിച്ച കുമ്പലത്തില്ല വ്യഭിചരിച്ച കുമ്പലത്തില്ല ഗാഞ്ചത്തെ പിറകിൽ പോയ വിസയിൽ ആത്മഹത്യ ചത്ത കുമ്പലത്തില്ല 2 മംഗല മാത്രമേ ഈ ദുനിയാവുള്ളൂ ആരോഗ്യത്തിൽ അത് ഇത്ര കാണുന്നില്ല ഒരു അപരാധം ഈ ദുനിയാവുള്ളൂ വേറെ അല്ലേ നിങ്ങളുടെ പേരിച്ചിരുകണേ നല്ല വിസയത് ആണ് നിങ്ങൾ ചെന്നിട്ട് 2-3-4 തുള കിട്ടോ എന്ത് പേടിക്കണ്ടത് അല്ലെന്ത് നിങ്ങളിൽ കേൾക്കല എന്ത് നീ 2 മംഗലാവ് പോയിടെ ഇസ്ലാമിക്ക് ശരീരത്തെ പ്രകാരം തപ്പേ അല്ലത് 4 മംഗല പെണ്ണിങ്ങൊക്കെ ഇണ്ടത്തെ പെണ്ണിങ്ങൊത്തുള്ള പാട്ടം പാട്ടുണ്ടെങ്കിൽ പെണ്ണിങ് ഒരു ജനം 3 ആണിങ്ങ ജനം 4 മംഗലാവണേ കുറെ ബേസരങ്ങ പേരിക്കിടത് യൂട്രി കിട്ടു നിങ്ങൾക്കില്ല പാലക്കാർക്ക് മാത്രം നിങ്ങൾക്കില്ല ഒരേപോലെ നോക്കുക തീർന്ന് അതിൽ ഏതഭേദഭാവ കാണണം ഇങ്ങണ്ടങ്ങനല്ല ഇണ്ടൂടൊന്നും മങ്ങില അവിടെ കുഞ്ഞു കുട്ടിയാൽ പിന്നെ ഇതിനെ മല്ലപ്പെട്ടു ഇന്നൊരു മൊത്തക്ക് പോണ്ടേ അവിടെ 4 കുഞ്ഞു കുട്ടിയെ അവിടെ വിട്ടു അതിൽ പിന്നെ ഒരു മൊത്തക്ക് പോണ്ടേ അതെ ജന്മം കെട്ടവർക്ക് അങ്ങനല്ല നാളത്തോളം ഏതഭേദഭാവം നോക്കാണ്ട് ഒരേപോലെ ബിർസവഹിച്ചിട്ട് നിങ്ങൾക്ക് നോക്കുക അവിടെ നാളത്തോളം മങ്ങിലാവാ അത് വേണ്ടിട്ട് 1-ാമത്തെ 2-ാമത്തെ മങ്ങിലാവും 1-ാമത്തെ പെഞ്ഞിന്റെ കൈക്കാളെ പിടിച്ച് പുറത്തേക്ക് അകത്യൊന്നും ഇല്ല അതിനകത്ത് അവളെ ഫാമിലിയിൽ പോയിട്ട് 2-ാമത്തെ മങ്ങിലാവും എന്താക്കിട്ടുള്ള പുറത്തേക്ക് കിട്ടും അതിനകത്ത് ഇല്ല എനിക്ക് ഒരേപോലെ നോക്കുക തീരുന്നുണ്ട് കണ്ടെങ്കിൽ നാളത്തോളം അറബി മറങ്ങനെ 4 തോളം മംഗല 5-ാമത്തെ മംഗലൊക്കെ മനസ്സിൽ 1 തലക്കാക്കി വിടാറ നാളെ ഇക്കോടല്ലേ ഇവിടെ ഓഫീസിലെ കുറെ ഉണ്ട് ചൊല്ലു പോയെങ്കിൽ അങ്ങനെ സാധാരണ അകക്കെട്ട പോയി മങ്ങിലത്തുകൾ ഔത്തുകളിലെ പോയെങ്കിൽ ഔത്രൊൾക്കത്തിൽ സ്വർഗ പോലെ ബഡിയുടെ കാസിലല്ല വന്നയിച്ച കാസില ഔത്രൊൾക്ക സ്വർഗ പോലെ അക പർത്തര സിനിമയ്ക്കത്തെ സബ്ജയിലും മങ്ങൾ ഔത്ര പിത്തലും ഒരേപോലെ
ഒരു പൈൻറ്റും കൊടുക്കാലോ സമത്തിൽ നോക്കാലോ സമത്തിൽ ഗാർഡൻ നഴ്സൽ അങ്ങനത്തെ എന്തും ഇല്ല വലിയ മതിൽ 10 നിങ്ങൾ നോക്കിയിട്ട് ഒരു ഗൾഫിൽ നിങ്ങൾ ചെല്ലുണ്ടെന്നില്ല 10-20 ഫീറ്റ് എത്രത്തെ കമ്പൗണ്ട് ആയിട്ട് ഇത്രയുള്ളത് 10-20 ഫീറ്റ് എത്ര സബ് ജയിലിന്റെ കമ്പൗണ്ട് പോലത്തെ കമ്പൗണ്ട് 2 ഫ്ലോർ അടക്കം 2 ഫ്ലോർ എത്ര റൗണ്ട് കമ്പൗണ്ട് കെട്ടാറാണ് അക കാണുക കണ്ടെങ്കിൽ ഏതൊരു ജോബിടി പട്ടി പോലെ കണ്ട് ഉളുത്തുമ്പോൾ എല്ലാ സൗകര്യം സ്വർഗ പോലെ നാണ് കേട്ട് ഈ ഉത്തര പറത്തെന്തെങ്കിലും ഉൾക്കെന്തെങ്കിലും അയക്കണം നന്നിട്ട് ചെല്ലേ നിങ്ങളെ റായത്തങ്ക് പിറാന്ത് പിന്നെ കുറെ ചങ്ങായിമാർ നിങ്ങളൊട്ടിക്ക് സ്വറെടുക്കടാലും മറക്കാറ് നിങ്ങളെ കേരളത്തിലുള്ളവർ ഞങ്ങളെ പോയിടാ ഞങ്ങളെ ഔത്തുക്ക് പോയിട്ട് നോക്കണോ പുറത്തിൽ ചന്ത ഭയങ്കര ചന്ത ലക്ഷക്കണക്കുള്ള രൂപ ചെലവാക്കി പുറത്തേക്ക് സീറ്റ് ഔട്ടുക്ക് മധുര ആർക്കും അതുക്ക് ഇതുക്കെല്ലാം ചെലവാക്കിടാറ് ഉൾഗത്തിൽ ചീഞ്ഞ നാറ് മനുഷ്യ അത് ഉൾഗത്തിൽ കാല് വയ്ക്കല അങ്ങനത്തെ എന്തിർത്തുക്ക് എന്റെ കേട്ടേക്കാണ് ചെല്ലുന്നത് ഞങ്ങ അക കെട്ടേ അറബിമാർ സൗദിമാർ അക കെട്ടേ ഞങ്ങളെ പെഞ്ഞ മക്ക സുഖത്തിലെ റാഹത്തേക്ക് വേനായിട്ട് നിങ്ങ അക കെട്ടേ റായത്തങ്ക കുസിയാവുക വേനായിട്ട് കാണുമ്പോൾ ചന്ത തകള എത്ര ചെലവായിട്ടിക്കോളാ ഔട്ടറായിട്ടിക്കോളാ പൈസ ഒരു 10 ആള് അകവക്കൾക്ക് വന്നങ്ങ് ചെല്ലണം ഭാരി നല്ലായിട്ടുള്ള ഭാരി ചന്ത അപ്പൊ നീ ഭാരി കോസി നിന്റെ കൊമ്പ് എത്ര മേള് പോണ്ടാ നിന്റെ ഔത്ര ചന്താണ്ട് ഒരു 4 ആള് ചെന്ന് അങ്ങനെ 10 ആൾക്ക് ചന്ത കാണുക വേണ്ടിട്ട് ഞങ്ങൾ കെട്ടേ ഞങ്ങളെ പിഞ്ഞേക്ക് ചന്ത കാണുക കാർ എടുക്കരുത് ഞങ്ങളെ പിഞ്ഞെ റാഹത്തായിട്ട് പോകുവാനായിട്ടല്ല കാണ്ടെങ്കിൽ ചങ്ങായിമാർക്കൊന്ന് കൊസിയാവണം ജഗ പോകാവുന്ന കാറ് കാണുമ്പോൾ കൊറിയാൽമാരുടെ വലിയ വലിയ കാറാണ് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ചെറിയ കാറിലും ഉണ്ട് എണ്ണ ചങ്ങായിമാരോട് പോകുമ്പോൾ വലിയ കാർ എടുക്കുമ്പോണ്ട് എന്ത് കണ്ടിട്ട് ചന്ത കാണുന്നു ഇങ്ങനത്തെ ഭ്രമാലോകത്തിലുള്ള ഇതായിട്ട് ഞങ്ങളെ മക്കളെ നിങ്ങൾ പടക്കാക്കിയത് സകല ആഡംബരവും നിങ്ങളെ മക്കൾക്ക് പഠിപ്പാണ്ടി കൊടുത്ത കഷ്ടയന്ത്ര ചെന്നിട്ട് നിങ്ങളെ മക്കൾക്ക് ചെന്നില്ല കടയന്ത്ര ചെന്നെങ്കിൽ മക്കൾക്ക് ചെന്നില്ല ദുഃഖചന്ദം എന്തിനുണ്ട് മക്കൾക്ക് തെരിയല നയിപ്പുടെ കഷ്ടപ്പാട് നിങ്ങളെ മക്കൾക്ക് തെരിപ്പാടി കൊടുത്തില്ല അതേപോലെ നയിപ്പുടെ ബേജാറ് എത്ര ഉണ്ട് ദുഃഖം എത്ര ഉണ്ട് നിങ്ങൾക്ക് തെരിയല കടത്തങ്ങ് നിങ്ങളെ പിടിച്ചു വെച്ചിട്ട് കുളിക്കിടത് അത് നിങ്ങളെ മക്കൾക്ക് പിന്നെ മക്കൾക്ക് തെരിയല ഔത്തുകം നല്ല ഡീസന്റ് ആയ നല്ല ടിപ് ടോപ്പ് ഔത്തുകത്ത് പോകുമ്പോൾ പെഞ്ഞയും മക്കം പേരിച്ച നിന്റെ ബാപ്പ സ്വർഗത്തെ ബന്ധന പൈസ ഉള്ള അള്ളാഹു താല മറത്തിൽ ഇങ്ങനെ കൊയ്യൊക്കെ കൊടുത്തത് വലിച്ചെടുത്തൊക്കെ വന്നത് ഗൾഫിൽ നിന്നിട്ട് ഗൾഫിടെ മാലക്കാറ് ആയിട്ട് കണ്ട സന്ദർഭത്തിൽ നിങ്ങളെ സ്പ്രേയുടെ മണക്കേക്കട സന്ദർഭത്തിൽ പടച്ചവനെ പെഞ്ഞിമക്കു വല്ലാത്ത ധാരാളം കുമ്പം നിറഞ്ഞിട്ട് ഗൾഫിൽ കടാക്കി പണ്ട റിട്ടേൺ അവൾക്ക് പോവാട്ടി കൂന്തിലവിടെ കട സന്തവാട്ടോ പോമ്പത്തുക്ക് റായത്തെ കടാക്കി പണ്ടര വരുമ്പത്തുക്ക് ഗൾഫിടെ കടാക്കി പണ്ടര 10-25-30 വർഷത്തോളം കട സന്തവാട്ട് വേറിട്ട് ഓടി 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 50 വർഷം കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ആവുന്ന സന്ദർഭത്തിൽ കുറെ ഷുഗറും കുറെ പ്രഷറും കുറെ മൂളത്തെ സീക്കും ഇതെല്ലാം എടുത്തും വന്നിട്ട് ഔത്തുക്ക് നോക്കുന്ന സന്ദർഭത്തിൽ 60 വർഷത്തോടെ ലൈഫ് തന്നിലായതുപോലെ എന്തുമില്ലോട്ട് സീറോ 60 വർഷം ഗൾഫിൽ നയിച്ചിട്ടുള്ള സമയത്ത് റായത്തേക്ക് എത്തിയപ്പോ സീറോ ആയിട്ടുള്ള നാണ് ഗൾഫിൽ നിന്നാണ് മാറ പറയിടല്ല മനുഷ്യരെ നിന്റെ മക്ക ഗൾഫിക്ക് പോയത് എന്ത് കണ്ടു തിരിയണ നിന്റെ വാപ്പ ഗൾഫിക്ക് ഫ്ലൈറ്റ് പറ്റിയത് എന്ത് കണ്ടു തിരിയണ നിന്റെ പിരിസട്ട മാപ്പിള ഗൾഫിക്ക് ഫ്ലൈറ്റ് പറ്റി എന്ത് കണ്ടു തിരിയണ കൂടെ കുടിക്കു തെളിയില്ലാത്തതിന്റെ പേരിലല്ല ബദലക നിന്റെ പെഞ്ഞി ചന്തത്തിൽ വീണോ നല്ല ആഹാരം തിന്നണോ നല്ല വസ്ത്രം ഇടണോ നല്ല ഒത്തുകൾ ദയിക്കണോ ചെന്നിട്ട് നിന്റെ മക്കൾക്ക് നല്ല രൂപത്തിൽ മങ്ങിലാക്കി കൊടുക്കണോ നല്ല വിദ്യാഭ്യാസ പഠിപ്പാട്ടണോ റായത്തി കൂലിയും കാലിയും സൊറാക്കിട്ട് നടക്കില്ല ചെന്നിട്ട് പേരിച്ചിട്ട് നിന്റെ ഉമ്മയും ബാപ്പയും സന്തോളത്തിൽ ചന്തത്തെ ഔത്തുകൾ ദയിക്കണോ ചെന്നിട്ട് ആയിട്ട് ഫ്ലൈറ്റ് പത്തവര് അല്ലാഹു ഗൾഫിൽ ഇന്നാണ് ഞങ്ങളെ പുരുഷത്തെ ചങ്ങായിമാർ ഞങ്ങളെ ഔത്രങ്ങ പണ്ട കഷ്ടപ്പാട് അല്ലോ ഉറങ്ങി ഉറക്കില്ലടാ പനി ബന്ധങ്ങൾ സമയത്ത് ഔത്തൊന്ന് ദിക്കുക ആവില്ലടാ അങ്ക് കേക്കുക കഫീലടങ്ങുള്ളറ് കഫീലടങ്ക് അങ്ങളെ സ്വറാക്കാണ്ട് വേറെ വിഷയമേ നിക്ക് സീക്ക് വന്നിട്ട് ഞങ്ങൾക്കത് തെരിയല നീ കഷ്ടത്തുള്ളതെന്തും നമുക്ക് തെരിയല അങ്ങളെ സ്വറാക്കിലങ്ങ ശമ്പള തറവ് തയ്യാറില്ല പളക്ക പറഞ്ഞെങ്കിൽ ചവിട്ടിയുടെ പുറത്താക്കട പോലെ എക്സിറ്റ് അടിച്ചിട്ട് കടത്തത് പോലെ ഈ രൂപത്തിൽ മഷറുടെ അവസ്ഥയിലായിട്ട് ഗൾഫിലുള്ള ആളും മാറുള്ളത് ഒരു റൂമിടെ ഉള്ളിൽ 2-3 ആളിന്നെങ്കിൽ ഒരാൾക്ക് പനി വന്നിട്ട് ടൈഫോയിഡ് ആയിട്ട് കിടത്തത്തിലായെങ്ക ഇന്നൊരു മനുഷ്യർ രജാക്കിനോണ്ട് നോക്കും പോലെ ഇല്ല അങ്ങ് പെഞ്ഞൈമാർ അവിടെ ഇല്ല കുടുംബത്തങ്ങയില്ല അറുമാറുമില്ല ഏക ശരീരമായിട്ട് നഫ്സികളുടെ പരിസ്ഥിതി ഗൾഫിലുള്ളത് ഇത്രയുള്ള കഷ്ട ഇന്നിട്ടും സമയത്ത് നാനും ചുമ്മ ആളുമാറെ കണ്ടത് പടച്ചവന് ഗൾഫ് കുറുക്ക പോയ സന്ദർഭത്തിൽ ഒരു മനുഷ്യനൊക്കെ ഫോണാക്കിടന്നെ പിരിസത്തെ പരിചയുന്ന ഒരു മനുഷ്യ ആ മനുഷ്യ പോണ ഉസ്താദേ ഒന്ന് നിങ്ങളെ ഊത്തുക്ക് പറയാണ്ട് റൂമുക്ക് പറയാണ്ട് പോയി തീരാ ചെന്ന് വിളിച്ചപ്പോ അങ്ങനെ
സുബഹിയുടെ സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ റൂമുകെത്തിട്ട് റൂമുക്ക് പോണ്ട സന്ദർഭത്തിൽ സ്വന്തം മോണും ബാപ്പയും ഒരേ റൂമുകളും ഒറ്റയ്ക്കുള്ളവര്, പിന്നെയും 5-8-10 ആളുമാർ ആ റൂമിന്റെ ഉൾക്കത്തിലുള്ളവര്. അങ്ങനെല്ലാവരും ജോബുക്ക് പോയിടറ്. ബാപ്പും മോണും ജണ്ടാളുള്ളത് മോണായോ ടൈപ്പറും മലേറിയുമായിട്ട് കിടന്നിട്ട് വൈബ്രേഷൻ ആയിട്ട് വിറച്ചുകൊണ്ടുള്ള ചളി പിടിച്ചിട്ട് തിണ്ണും കുടിക്കും തിന്നാണ്ടും കുടിക്കാണ്ടും നാളുകെട്ടലായിടാ ചെറിയ മോണായവണോ. അങ്ങനെ മോന്റെ ബായിക്ക് തെലിയുടെ തന്നെ ഭീത്തിയോണ്ടുണ്ട്, തെലി ഭീത്തി കൊണ്ടുണ്ട് ബാപ്പായവണോ. കാണുമ്പോ വല്ലാത്ത ബേജാറായിട്ട് തന്നയുടെ തന്നിളിഞ്ഞോണ്ടുണ്ട്. എന്തുള്ള ബിസിയാടിയ ഉസ്താദെ മോണ് ടൈഫറഡായോണ്ടുള്ളത് പനി കുറടിയാവില്ല, തിന്നില്ല, കുടിക്കില്ല, വേത്ത് കെടുക്കില്ല. അതിരിടലതാ കഫീലുടെ ഫോൺ വന്നോണ്ടുണ്ട്. എന്തേ പുറത്തായിട്ടില്ല, ഷോപ്പ് ഓപ്പൺ ആക്കൂ, ടൈം കഴിഞ്ഞിട്ടല്ലേ. പണ്ടെങ്കിൽ മര്യാദ 10 നിമിഷത്തെ ഉൾക്കത്തിൽ വന്നിയെത്തണോ, ഇല്ലെങ്കിൽ എക്സിറ്റ് അടിച്ചാൽ നീ നിന്റെ റായത്ത് കൂത്തുക പോളാ ചെന്നിട്ട് ഒരു ഭാഗത്തിൽ കഫീലുടെ കിരിക്കിരി ഈ മയ്യത്ത് പോലെ പൂന്നിട്ടുള്ള മോണ്ട നോക്കണ, അല്ലെങ്കിൽ ജോബുക്ക് പോണ. എന്താക്കട്ടെ തമ്പുരാന് റായത്തിലുള്ള ആക്കിട്ടിൽ ഒരു കടാക്കിട്ട് കഷ്ടത്തിലായിട്ട് വന്ന മനുഷ്യൻ എന്തെങ്കിലും തെരുവാവിടാ ചെന്നു നോക്കൂ വേണായിട്ട് ഊട്ട പരിസ്ഥിതി ഇങ്ങനെ അപ്പുറത്ത് അതേപോലെ ചെന്നല്ലേ കഫീലുടെ കിരികിരി ഇപ്പുറത്ത് മോന്റെ ജീവൻ മോന്റെ വല്ലാത്ത അവസ്ഥയും. ഇത് കണ്ടപ്പോ രണ്ട് കണ്ട് തന്നി ഉള്ളുക്ക് തുടങ്ങട ആ സന്ദർഭം അറേ നിങ്ങൾ ജോബുക്ക് പൂർവ്വം ഒന്നുത്തോളം നിങ്ങൾ പണ്ടെടുത്തോളം നിങ്ങളെ മോന്റെ ഒട്ടിക്ക് നാണിക്കിട ചെന്നിട്ട് ആ മനുഷ്യരെ കടച്ചിട്ട് ഇങ്ങനത്തെ എത്രയോ പരിസ്ഥിതി ഉണ്ട് മനുഷ്യരെ. അഹയങ്ക നിന്റെ മക്ക ബാപ്പാ നമുക്ക് ഉഷാറില്ല, എനക്ക് ജോബുക്ക് പോകായില്ല, റൂമിൽ കിടക്കത്തുള്ള മോണ് ചെല്ലില്ല, തിരുസത്തെ പെഞ്ഞീടൽ പിന്നെ നാണ് കഷ്ടത്തുള്ള എനക്ക് ജോബുക്ക് പോകാവില്ല, പനി വന്നോണ്ടുണ്ട് കിടക്കത്തുള്ള മാപ്പിള ചെല്ലില്ല, മക്കളും ബാപ്പ ചെല്ലില്ല. അങ്ങ് എപ്പോഴും ആക്ടിങ് ആക്കി ഓട്ടിക്കിട സന്തോളത്തിൽ ഇങ്ങനെ പോലെ എന്താ നിന്റെ മാമ്മന്റെ പെഞ്ഞി ദുഃഖപടകു തീറാ, നിന്റെ ഉമ്മ ബാപ്പക്ക് ബേജാറാവുക തീറാ, നിന്റെ മക്കൾക്ക് ബേജാറാവുക തീറാ. എല്ലാ ബേജാറുടെയും നമ്പറത്തെയും കടിച്ചു പിടിച്ചിട്ട് മുങ്ങിടേക്കളാളും മാറ്, ഗൾഫിൽ നിന്ന് നിങ്ങളാളും മാറ്. എന്തുകൊണ്ട് ആലോചനാക്കില്ലടാ. ഇണ്ട് നമ്പർ 1 ആക്ടർ ആറുണ്ട് ചെല്ലറോള. നിങ്ങൾ ഈ ദുനിയാവുടെ നമ്പർ 1 ആക്ടർ ആറ് ഏതെങ്കിലും സൽമാൻ ഖാനാ, അമീർ ഖാനാ, അല്ലെങ്കിൽ ഏതെങ്കിലും ശിവരാജ് കുമാർ, അല്ലെങ്കിൽ ഏതെങ്കിലും മോഹൻലാൽ, മമ്മൂട്ടിയായിട്ട് പേര് പണ്ട് നിങ്ങൾ യാറെ കോട്ടിക്കണക്കിന് സംഭാവന എടുക്കുന്നത് പോലത്തെ വലിയ വലിയ പിക്ചറുടെ ഹീറോയിന്മാരെ പേരായിട്ട് നിങ്ങളെ ബായിൽ വേണ്ടത് അല്ല മനുഷ്യ. അങ്ങനെ ആക്ടിങ് കേവലം 2 ഗണ്ട 3 ഗണ്ടക്ക് മാത്രം സീമിതമായിട്ടുള്ളത്. അങ്ങ് ഈ ക്യാമറത്തെ എതിരിൽ മാത്രം ആക്ടിങ് ആക്കണത്, അങ്ങ് കൊറിയ ടൈം മാത്രം കാസിക്ക് വേണ്ടിട്ട് ആക്ടിങ് ആക്കണത്, ലൈഫ് ടൈം ആക്ടിങ് ആക്കണ. നമ്പർ 1 നട്ട ആറുണ്ട് കേട്ടെങ്ക നിങ്ങക്ക് ജന്മത്തിൽ നിന്നുള്ള ബാപ്പ മോണേ. ബാപ്പയുടെ പൂർവ്വത്തെ ആക്ടർ ഈ പ്രപഞ്ചത്തിൽ വേറെ ഇല്ലടാ. നിന്റെ ബാപ്പടത്തിൽ വലിയ ആക്ടിങ് ആക്കടാള് വേറെ ആരുമില്ല. എന്ത് കഷ്ടപ്പെട്ട് എന്ത് ദുഃഖപ്പെട്ട് കന്നഡ തന്നിൽ പാട് ഉൾപ്പെടുക മനസ്സായിട്ട് കണ്ടെങ്കിൽ പെഞ്ഞിയുടെ മുഖം നോക്കിട്ട് ചിരിക്കട മനുഷ്യ, മോളെ മുഖം നോക്കിട്ട് ചിരിക്കട മനുഷ്യ, ഉമ്മ ബാപ്പയുടെ മുഖം നോക്കിട്ട് ആ മനുഷ്യ ചിരിക്കട. എന്തുകൊണ്ടിട്ട് ഞങ്ങളെ കഷ്ടം തിരിടത് വേണ്ട അല്ലാ. അങ്ങ് സുഖത്തിലും സന്തോഷത്തിലും മിക്കട്ട് റബ്ബേ. സകല സന്ദർഭത്തിലും ബാപ്പായോടും മക്കളെ മുട്ടത്തിലെ ആക്ടിങ് ആക്കടാ. ആരും കാണാത്ത ജാഗ പോയിട്ട് ചിമ്മെളിച്ചിട്ട് ബുൾപൊട്ടറാ. സ്വർത്തോടൊക്കെ പോയി ഇവിടെ ബുൾപൊട്ടറ ദുഃഖത്തിലിരിക്കുന്ന ടെൻഷനിലിക്കടാ. പള്ളിക്ക് പോയപ്പോ പളചറമ്പുരാന്റെ മുട്ടത്തിൽ ദ്വാരം ബുൾപൊട്ടറാവണോ. ഔത്തിൽ ബുൾപ്പ് ചെല്ലത് കണ്ടില്ല, ദുഃഖമുണ്ടത് കാണില്ല, ബേജാറവണത് കാണില്ല, കണ്ട തന്നിടത് കാണില്ല. മോളുക്ക് ഉഷാറായപ്പോ, മോണുക്ക് ഉഷാറായപ്പോ, മോണുക്ക് ഉഷാറില്ലാത്തായപ്പോ, മോളുക്ക് രോഗം വന്നപ്പോ ഉമ്മ ബുൾപ്പൊടുക്ക് തുടങ്ങട. ഔത്തിൽ നിങ്ങൾ ബുൾപ്പൊടുക്ക് തുടങ്ങട. ഒന്ന് ഹോസ്പിറ്റലിൽ കൊമ്പോറ് പോകുന്നത് കാളനമ്പളായിട്ട് ചെന്നിട്ട്, അല്ലെങ്കിൽ സീക്കിൾ കടത്തത്തിലായിട്ട് ചെന്നിട്ട് ദുഃഖം ബേജാറും മുന്നപ്പോ ഉമ്മയുടെ കണ്ണിൽ എപ്പോഴും തന്നിടെ തന്നിൽ ഞോണ്ടിക്കുമ്പത്തുകൂ ഉമ്മയുടെ ഭാഗ്യതേ മോളെ ദുഃഖവും മോളെ ബേജാറും മോളെ രോഗവും മോളെ കഷ്ടപ്പാടും മോളെ നമ്പളവും മാത്രം 100 വട്ട ഉമ്മ കളികളിക്ക് ചെന്നോണ്ടിക്കുമ്പത്തുകൂ ബാപ്പായോണത് കാണാത്തത് പോലെ, ബാപ്പത് നോക്കാത്തത് പോലെ, ബാപ്പക്ക് ബേജാറില്ലാത്തത് പോലെ, ബാപ്പൊന്നും
പാവത്തുക്ക് ധൈര്യം കൊടുക്കുന്നത് പോലെ ആയിട്ട് ബാപ്പ ആക്ടിങ് ആക്കണത്. ഉമ്മടെ കാണാൻ നാളെ ഇരട്ടി ബേജാറും ദുഃഖവും നമ്മളും ബാപ്പായി ഗുണകൊണ്ട് അത് ഉമ്മടെ എതിർല കാട്ടില്ല, മക്കളെ എതിർല കാട്ടില്ല മനുഷ്യരെ. അതെല്ലാം അതേപോലെ കടിച്ചു പിടിച്ചിര മനുഷ്യനിക്ക് എന്ത് കേണ്ടി തരികണ. എല്ലാരും ഉൾപ്പെടുമ്പോഴത്തേക്ക് ഔത്ര കൺട്രോൾ ആക്കണായ ഔത്ര ഡ്രൈവർ ഉള്ളല്ല, ഔത്ര യജമാനുള്ളല്ലേ, അവനും നർവോസായ പിന്നെങ്ങനെയാണ് ആ ഫാമിലിയുടെ മുന്നോട്ട് പോണ്ടത്. എന്തെങ്കിലും ഒരു അപകട സാധ്യത ബന്ധ് ബസ്സിൽ പോകേണ്ട സന്ദർഭത്തിൽ, ഫ്ലൈറ്റിൽ പോകേണ്ട സന്ദർഭത്തിൽ അപകട സാധ്യത ബന്ധ് ഡ്രൈവറും അല്ലെങ്കിൽ പൈലറ്റും നർവോസായെങ്കിൽ അല്ലേ, ഒരു പൈലറ്റ് ഫ്ലൈറ്റിൽ പോകേണ്ട 300, 400, 600 ആളിക്കണ ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റിൽ പോകേണ്ട സന്ദർഭത്തിൽ എന്തോ ഒരു അപകട സാധ്യത ബന്ധ്. ഒന്ന് ടയർക്ക് തീ പിടിച്ചിട്ട് അല്ലെങ്കിൽ എഞ്ചിനിക്ക് തീ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിന്നെ ബൂളിന്റെ പോലത്തെ പരിസ്ഥിതി ബന്ധ്. അപ്പോ എല്ലാവരും കൈപ്പെട്ടിട്ട് ഹൈറാണായിട്ട് ബുൾപ്പെട്ടിട്ട് ബൊബിട്ട സന്ദർഭത്തിൽ അതേ സ്വരത്തെ പൈലറ്റ് പൈലറ്റ് എന്താക്കിട ലാസ്റ്റ് നിമിഷത്തോളം, ലാസ്റ്റ് സെക്കൻഡത്തോളം പൈലറ്റ് അവന്റെ ജീവിതത്തല്ല ഇത്ര ആളുമാരുടെ ജീവിതത്തെ ഒളിക്കൊക്കെ നോക്കണം. അവൻ നർവസ് ആവില്ല ലാസ്റ്റ് നിമിഷത്തോളം. ഇപ്പുറത്തുകല്ലേ ഇവിടെ കാലിക്കറ്റിലെ എവിടെ മോർക്ക് ഫ്ലൈറ്റ് ഇതേപോലെ പൂനെ എവിടെ നിനപ്പുണ്ട്, ദുബൈയിൽ എവിടെ മോർ ഫ്ലൈറ്റ് നിങ്ങൾ നോക്കി കേട്ടിക്കോ. അല്ല, തമിഴ്നാട്ടിലുണ്ട് കണ്ട് ഇപ്പുറത്തേക്ക് 100-100 ആളുമാറിന്റെ ഫ്ലൈറ്റ് ലാൻഡ് ആക്കണ പോലത്തെ പരിസ്ഥിതി ഇല്ല. ചെന്നുകെട്ട ടയർ ഓപ്പൺ ആവില്ല, കീഴ് എള്ളിപ്പാട്ടെ പോലത്തെ പരിസ്ഥിതി ഇല്ല. ലാസ്റ്റ് പൈലറ്റ് ആക്കി എല്ലാവരും പുൽപ്പെട്ടുണ്ട് ബൊബിട്ടുണ്ട് ഹൈറണ്ട് ജിയോ പോയിട്ടുണ്ട് എല്ലാവരും പേര്. ആ സന്ദർഭത്തിലായിട്ട് പൈലറ്റ് എയർപോർട്ട് ചുറ്റുഭാഗത്തിൽ ഗണ്ടകട്ടല റൗണ്ട് അടിക്കണം. നിങ്ങൾ കേട്ടടിക്കാറല്ല, ഗണ്ടകട്ടല റൗണ്ട് അടിക്കണം. എന്തൊക്കെ വേനായിട്ട് ഈ സന്ദർഭത്തിൽ ഫ്ലൈറ്റ് കീഴിൽ ഇച്ചിട്ടുണ്ട് കണ്ട് ബ്ലാസ്റ്റ് ആയിട്ട് എല്ലാം ഭസ്മായി പോകുന്നു, ഒരു ജീവൻ കിട്ടല്ലേ. அதுக்கு வேணாம் ஹிக்மத்து நோக்கியவரோla ഫ്ലൈറ്റിലുള്ള സകലமான പെട്രോളും തീർന്നോടത്തോളം എല്ലാം രണ്ട് പാർപ്പാട്ടിയാ ഒരു തെല്ലും പെട്രോൾ ബാക്കി ആവട്ടെ ഇൽഡോടത്തോളം മാത്രം ഇക്കടെ തെല്ല് പെട്രോൾ മാത്രം ബാക്കി പെട്രോൾ പൂർത്തി തീർക്കുക വേണ്ടിട്ട് മേലുൾഗത്തിലെ റൗണ്ട് അടിക്കണം റൗണ്ട് അടിച്ച് ഗಂಟೆ ചുത്തടിച്ചാൽ ലാസ്റ്റ് കിളിപ്പാട്രാ കൊറിയ ജീവ മാത്രം പോയിട്ട് ബാക്കി അവനും സമയത്ത് ജീവ പോയിട്ട് ഒരാൾ മറി ജീവ ഒളിക്കോgu തിരിത്തവണു ഇതായിട്ട് ഇക്കടെ പൈലറ്റ് അവനും നർവസ് ആയെങ്കിൽ എന്തും കൊണ്ടല്ല നാണു എന്തോടെ പോട്ടാ പറഞ്ഞു പോയെങ്കിൽ ഇതായിട്ട് ഇക്കടെ ബാപ്പയുടെ റോൾ അതായിട്ട് ഇക്കടെ അയാള് നർവസായത് കാട്ടില്ല അയാൾ ദുഃഖത്തെയും അയാളെ ബേജാറിനെയും ഓത്തില് കാട്ടില്ല അയാളെ മുമ്പളത്തെയും അയാളെ കടത്തെയും അയാളെ ദാരിദ്ര്യത്തെയും അയാളെ കാട്ടില്ല ആ സന്ദർഭത്തിലത് മോളായുള്ള അറുത്താ കൂടെ ബാപ്പയുടെ കഷ്ടപ്പാടെന്ത് ചെന്നിട്ട് അതൊക്കെ മോളും ലൈഫ് പാർട്ട്ണർ ആയിട്ട് ഇവിടെ പെഞ്ഞയിച്ചെന്നെങ്കിൽ പെഞ്ഞയും മാപ്പിളയുടെ അർത്ഥാക്കു തെറവളാവണോ ഉമ്മ മക്കളെ അർത്ഥാക്കു തെറവണാവണോ ചിരിക്കുമ്പത്തുക്ക് ചിരിക്കും ബേജാറാക്കുന്നു ബേജാറ് ഷെയറാക്കു തെരിയണോ ബാപ്പ എന്തായി മുമ്പില്ല നിങ്ങൾ ഒന്ന് റാഹത്തിൽ വീടു ചെണ്ട ഉദ്ദേശമുള്ള മക്കിക്കണ ഇത് പെഞ്ഞിക്കണായത് ഇതെല്ലാം ചെന്നോണ്ട് വേണ്ടത് മനുഷ്യരെ ബാപ്പയുടെ കഷ്ടപ്പാട് എന്തിനു ചെന്നിട്ട് മക്കൾക്ക് പഠിക്കുന്ന അവസരം ഉണ്ടാക്കി കൊടുക്കണായത് ബാപ്പയുടെ ഹക്ക് അത് എപ്പോഴും കണക്കിടക്കാണ് ആക്ടിംഗ് ആക്കുകുതീറാ എപ്പോഴും ആക്ടിംഗ് ആക്കുകുതീറാ നിന്റെ മക്ക നിന്റെ അർത്ഥാക്കാണ്ടിക്കണ സന്ദർഭത്തിൽ മക്ക ബെടക്കാവിടരു ഇണ്ട് നോക്കിയുള്ളൊരു ഗാഞ്ചത്തെ അവസ്ഥക്ക് നോക്കിയുള്ളൂ അള്ളാഹുവേ പ്രത്യുരൗത്ര പിത്തുള്ളും ഗാഞ്ചത്തെ ശബ്ദായോണ്ടുണ്ടു കൺട്രാളൊക്കെ പോലീസിനെ കൊണ്ട് സാധ്യമില്ലാത്തത് പോലീസിനെ നമ്പർ 1 മനുഷ്യനാക്കിയോണ്ടുള്ളത് ഗാഞ്ചത്തെ ഡീലർമാർ ഒട്ടിക പരസ്പര ഡീലിംഗ് ആക്കിയിട്ട് അങ്ക് കാശ് കിട്ടും മനുഷ്യര് അങ്ക് തലവെച്ചാക്കില്ല മനുഷ്യര് അങ്ങനെ കൺട്രോൾ കൊമ്പും അകത്യവും ഇല്ല അതാണ് ഇപ്പൊ ലൈവ് ഇന്നതില്ലെങ്കിൽ ലൈവ് ചെല്ലക്രമയില്ലെന്നോ ലൈവ് ഇന്നത് കൊണ്ട് നേരെ ചെല്ലത് എന്തുകൊണ്ടിട്ടു പോലീസ് അംഗങ്ങളൊട്ടിക്ക് ഒരു സംവാദം നടന്നിട്ടാണ് ഇന്ന റായത്തെ മഹല്ലത്തിൽ കുറെ പോലീസുകാർ 5-8 പോലീസുരംഗ വന്നു ചെന്നത് ഗാഞ്ചത്തിന് വിരുദ്ധ ജനജാഗ്രതി ആക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഹത്തിപ്പെടങ്ങ റായത്തെ മഹല്ലത്തങ്ങളെ വെച്ചെത്തുകൊള്ളണം ഇല്ലാണ്ട് കണെങ്കിൽ അങ്ങനെ അവിടെ ഇങ്ങനെ അവിടെ ഇപ്പൊ നാണ മനുഷ്യരിൽ കേട്ടെ നീ ചെന്നോട്ടില്ല ഇങ്ങനെ അങ്ങനെ അവിടെ ഇങ്ങനെ അവിടെ ചെന്നോട്ടുള്ളവരല്ലേ നിങ്ങളെ സഹക്കാരാക്കിട്ട് ചെന്നോട്ടുള്ളവരല്ലേ ഒരു ഇൻസിഡൻസ് നടന്നത് ചെല്ലട്ടാ ചെല്ലട്ട മുട്ടത്തെ ഒരു റായത്തിൽ ഒരു ഗാഞ്ചത്തെ ഡീലിംഗ് ആക്കിട്ട് ബിസിയ ആ റായത്തെ പല പ്രസിഡന്റ് നല്ലൊരു ബാലക്കാര പ്രസിഡന്റ് ഇന്നാൽ ഇന്ന ജാഗിൽ ഇത്ര ഗಂಟೆಗೆ ಬಾನೆತ್ತ ವ್ಯವಹಾರ ಮಾಡಿದ್ರೆ ಮೈನ್ ಡೀಲರ್ ಬಂಡ ಆದ್ರೆ ಸಪ್ಲೈ ಆಗುಗು ಬಂಡ ಪೊಲೀಸರು ಫೋನ್ ಹಾಕಿಟ್ಟು ಚಂದ್ರೆ ಅಸರ್ ഫോൺ കട്ടാക്കിയിട്ട് 5 നിമിഷത്തെ ഉൾഗത്തിൽ എന്റെ ഖാസായ ചങ്ങയാ പള്ളിയുടെ പ്രസിഡന്റ് ആണ് ലൈവില്ലാത്ത വേറെ ടൈമിൽ കേട്ടാ നിങ്ങൾ അഡ്രസ് സമയത്ത് ചെല്ലടെ ഫോൺ പോലീസിനോട് ഫോൺ ആക്കിയിട്ട് 5 നിമിഷത്തെ ഉൾഗത്തിൽ അണ്ട് ബാണിയാക്കിയുടെ മൈൻ ഡീലറുടെ കാള് പോണത് പ്രസിഡന്റ് പോലീസ് ഇതിന് ഇൻഫർമേഷൻ കൊടുത്തല്ലോ നിന്റെ തലയിക്കല നാളെ സ്വഭിക്കുന്നത് ജാഗ്രത ആക്കിയോണ്ട് ഇണ്ട് ലാസ്റ്റ് നിന്റെ ഇണ്ട് നിനക്ക് ചൊല്ലോക്കില്ല
പോലീസുಗೆ ಫೋನ್ ಹಾಕಿದ್ರು ಫೋನ್ಗೆ ಫೋನ್ ಬೆದರಿಕೆ ಬಂದದ್ದು ಡೀಲರ್ ಇದೆಂಗನೆ ಗೊತ್ತಾಯ್ತು പോലീസുಗೆ ಫೋನ್ ಹಾಕಿದ್ರು ಓಣಿಗೆ ಎಂಗನೆ ಗೊತ್ತಾಯ್ತು ജാവുകു കണ്ണുകെട്ടുക പോലീസ് വന്ന് ഇങ്ങോട്ട് ഉള്ളവർ ഇങ്ങ പോട്ട ജാക്ക് പോയിട്ടായിട്ട് ഇങ്ങോട്ട് കെട്ടു ഇങ്ങ് പോലീസ് ഇറങ്ങി ചെന്ന് കൊടുക്കുക ഇന്ന ജാക്ക് നങ്ങ പണ്ട റൈഡിങ് നിങ്ങവിടെ നിൽക്കണ്ട പിറ്റാണ്ട് പോലീസിനോട് ഫോൺ ആക്കിയിട്ട് എന്തൊക്കെ റോങ് ഇൻഫർമേഷൻ തന്നേ അങ്ങനത്തെ വിഷയം അവിടെ നടക്കില്ല പിന്നെ എന്തിന്റെ കാഞ്ചിയില്ലാണ്ട് പോലീസ് ഞങ്ങൾ ചെന്നിട്ട് എന്തിന്റെ പ്രയോജനമുള്ളേ ഇത് പോലീസ് നന്നൊട്ടിക്ക് നല്ല റായത്ത് ജമാത്ര 10-20 ആൾമാരുള്ള രീതി ചെല്ലുമ്പോൾ പോലീസിനോട് മുണ്ടില്ല ഞങ്ങൾക്ക് എന്താക്കോട് മേളിൽ വാട്ടർ പണ്ട് അങ്ങനെ ചെന്നിട്ട് പിന്നെ ഞങ്ങളിൽ ചെന്നിട്ട് എന്തിന്റെ പ്രയോജനമുള്ളത് അല്ലെ ഞങ്ങളെ മക്ക സുധാരണ പോലീസരങ്ങളെ നമ്പിട്ടൊന്നും കാര്യം എന്തില്ല അങ്ങ് മൈൻ അങ്ങ് ചെല്ലത് മൈൻ ഡീലർമാരെ പിടിച്ചു തരും എന്തൊക്കെ അങ്ങ് തെല കാസാക്ക ഡീലർമാരെ പിടിച്ചു കൊടുത്തു കണ്ടെങ്കിൽ അങ്ങ് വേണത്തെ ഞങ്ങളെ ബുടോകൗടു അല്ലേ ചെറിയൊരു 10 രൂപയുടെ സാമാനം കട്ടുത്തുണ്ട് കണ്ടെങ്കിൽ അവിടെ 100 വർഷം ജയിലിട്ടാറ് അതിന് വേണ്ടിട്ട് എല്ലാ വകുപ്പും എല്ലാ കാനൂണ സംവിധാനങ്ങളൊട്ടിക്കും ഉണ്ട് ഗാഞ്ചത്തിൽ 100 കേസ് 100 ആളെ കൊന്നത്തുണ്ട് കണ്ടെങ്കിൽ തലപേശൽ അതൊക്കെ കേസ് ഒന്നും ലഭിക്കാൻ സ്വീകരിഞ്ഞു വേണ്ട എത്ര ഉണ്ടങ്ങത്തെ കേസ് ഇന്നൊന്ന് ചിലരുടെ നോക്കിയുള്ളൂ സാധാരണ സ്വാഭാവികമായിട്ട് ഉമ്മമാർ ബാപ്പയുടെ ഉസ്താദ്മാരിൽ വന്നിട്ട് ദ്വാരക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദേ മക്കളെ ബുദ്ധി നല്ല മക്കളെ നല്ല മക്കളെ സ്വഭാവം നല്ല ഗുരുവാരക്കൊറോ ഇപ്പറ 2-3 വാർത്തക്ക് 300 വയസ്സായ കെൽത്തി പെണ്ണിങ്ങ വന്നിട്ട് ഉസ്താദേ നന്റെ മോണൊന്ന് മരിക്കു ഗുരുവാരക്കൊരു ഉസ്താദേ എന്റെ ലൈഫിൽ ഫസ്റ്റ് കേടൊരു ഉമ്മായുള്ള ബായിൽ അപ്പിത്തപ്പിട്ട് മക്ക ദുവ മരിക്കു ഗുരുവാരക്കല മക്ക നാശാമ ഗുരുവാരക്കല മക്ക വേണമെങ്കിൽ ഉമ്മടെ ചവിട്ടുവറ മക്ക വേണമെങ്കിൽ ബാപ്പടെ ചവിട്ടിക്കൊള്ളുവറ കാണ്ടില്ല ഫാനസിലുടെ മനുഷ്യ ഉമ്മടെ കൊന്നവൺ കൊള്ളുകപോയവണു അജ്ജിയുടെ കൊന്നവണു കുഞ്ഞപ്പടെ കൊന്നവണു കുഞ്ഞപ്പടെ പെഞ്ഞയുടെ കൊന്നവണു അതേപോലെ ബാപ്പായോട് മക്കളെ അടിച്ചിട്ട് കൊള്ളുടെ ക്രമയില്ല ഉമ്മകത് സാധ്യമേ ഇല്ലാത്തല അങ്ങനെയൊക്കെ സന്ദർഭത്തിൽ ഉമ്മായുള്ള ലൈഫിൽ ഫസ്റ്റ് ചെല്ലുന്നാണ് കേൾക്കുന്നത് ഉസ്താദേ മോണൊന്നും മരിക്കു ഗുരുവാരം ഉസ്താദേ പോലീസ് ഇറങ്ങുന്നതും നിന്റെ മോണ്ട് എന്തും ആക്കില്ല അതേപോലെ ഉസ്താദേ നിന്റെ മോണ് ആക്സിഡന്റ് ആയിട്ട് മരിച്ചെങ്ങും വന്നില്ല സീക്ക് പിടിച്ചിട്ട് മരിച്ചെങ്ങും വന്നില്ല ആരെങ്കിലും ഒടിമാറി അടിച്ചിട്ട് കൊന്നിട്ട് ചത്തെങ്ങും വന്നില്ല മോണൊന്നും മരിക്കു ഗുരുവാരം കുറോട് കേട്ടപ്പോ ആ കെൽത്തി ഉമ്മ സാധാരണ 80-85 വർഷം വയസ്സായി കെൽത്തി ഉമ്മടല് കേൾക്കുമ്പോ ഉമ്മ ചെന്നോണ്ടുള്ള വളകുസ്താരേ കാത് നോക്കുറോ ചെന്നിട്ടു മല്ലേ ശാലപ്പറാക്കിട് കാത് കാട്ടർ കാത് കീറി പോയിട് ഒട്ടയില്ല കാതിൽ കീറി പോയിട് രണ്ട് കണ്ടായിട് കാത് കീറി പോയിട് നല്ലത് മാത്രം ഒത്തുകുന്നു പറയുസ്താരെ നിന്റെ മക്കളതും മറുമക്കളെ കാതിന്റെ അവസ്ഥ ഇങ്ങനെ കൽത്തല്ല കീറിട്ട് ഓപ്പറേഷൻ ആക്കിയത് പോലെ ബെർലല്ല കീറിട്ട് തോള് പോയതുപോലെ ചാവുക്ക് ഉറങ്ങുക ഞങ്ങ ഉറങ്ങിയ ഭരത്തക്ക് മോണാവിടെ വന്നിട്ട് ഒരു ബലി വലിക്കട കാതിൽ ഇന്നലെ ഒന്നും മല്ലെന്ന് തിരിച്ചെടുക്കണതല്ല അത് മോതിരൊരു ബലി വലിക്കണത് കാതിൽ അലിക്കത്ത് വലിച്ച ബലിക്കല ബലിയിലായിട്ട് കീറി പോയത് സ്ഥാരെ കൽത്തിൽ ഇന്ന മാല ബംഗാറി റോഡുകളുടെ ഗോൾഡായ സമം വലിച്ചെടുക്കണത് ഒരു അടുക്കൽ ഉറങ്ങിയപ്പോ ഉറക്ക് പിടിച്ചപ്പോ അങ്ങനെ ഞങ്ങളെ ഒത്തുള്ള 5-6 പെണ്ണിങ് ഇന്നിട്ട് ഒരു പവണ് ബംഗാറ് സമയത്ത് ഇല്ല മോണായോട് കുമ്പോയി തീർത്തിറ ഇന്നിപ്പോ ബെദരിക്ക് തന്നോണ്ടുള്ളത് ഉമ്മ ഇന്നലെ നിങ്ങൾ ഒത്തുമംഗലത്തേക്ക് പോയിട്ടില്ലേ കുടുംബത്തങ്ങളെ ഒത്തുമംഗലായില്ലേ നിരക്കരള മംഗലായില്ലേ പുതിയ പെണ്ണുള്ള ബംഗാറുണ്ടു ഒന്ന് കേട്ടോക്കുമ്പറോ നാളെ കളി തന്റെ ചെന്നിട്ടെടുത്തുമ്പറോ വന്നില്ലേ നിങ്ങളെ കൊല്ലുടെ ചെന്നിട്ട് മോണ് ബെദരിക്ക് തന്റെ മോണ് കൊള്ളാണ്ടിക്കില്ല നിരക്കരള മംഗലെന്നെങ്കിൽ അവിടെ ബംഗാർ കണ്ടവർക്ക് കൊണ്ട് വൈബ്രേഷൻ തുടങ്ങട്ടെ ആരത ബംഗാർ അത് ഒർക്കത്തിക്കെടുത്തുമ്പോ ഒരു തണ്ട നാളെ തന്റെ എടുത്തുമ്പോ ഗാഞ്ചത്ത് കള്ളു കുടിക്കും ഇങ്ങനായിട്ട് റായത്തിൽ മരിച്ചെങ്ങും ഞങ്ങൾ ഒത്തു പോകും പോലെയുള്ള സദോറാളൊത്തു പോകും പോലെ ഇല്ല റായത്തിൽ മങ്ങിയിൽ നിന്ന് ഞങ്ങളെ വിളിക്കില്ല ഞങ്ങളൊത്തിരി മരിച്ചെങ്ങും ഒരു മനുഷ്യ പണ്ടില്ല ഇങ്ങനെ എന്തും വേണ്ടാത്ത കായിട്ട് ഞങ്ങളെ ഓണാക്കിയ കാരണത്തിൽ ഞങ്ങൾക്ക് ചെയ്യിക്കും പോലെ ഇല്ല ഒന്നവിടെ മരിക്കണല്ല ഞങ്ങളുടെ ആത്മഹത്യ ആക്കുന്നത് പേരൻ തെരുവില്ല ഞങ്ങൾക്ക് ചെയ്യിക്കും പോലെ ഇല്ല ജാവുകു ഉറങ്ങാട്ട് തിങ്ങൾ കെട്ടലായിട്ട് ഉമ്മ ചിലടത് ജാവുകു ഉറങ്ങാട്ട് തിങ്ങൾ കെട്ടലായിട്ട് ഉറങ്ങുകാവില്ല ഉറങ്ങുക പേടിയാവുടു വന്നിട്ട് അടിച്ചെങ്ക കൽത്തിഞ്ഞിക്കിട് കൊന്നെങ്കാ നെഞ്ഞിക്ക് ചവിട്ടി കൊന്നെങ്ങാണ്ട് പേടിയാവുടു സ്ഥാതി സ്വബീകെഞ്ച ഒത്തിരി ഭർത്തായിൽ പിന്നായിട്ട് ഇവിടെ തെല്ല് നേരം ഞങ്ങൾ ഉറങ്ങണതങ്ങത്തെ പരിസ്ഥിതി ആയിട്ട് ഗാഞ്ചത്തത് ഉണ്ട് എത്രമോ ചരിത്രത്തിലുള്ള സാധാരണ ചെന്നത് കൊണ്ടിട്ട് നിങ്ങളെ കേട്ടിടേക്ക് വരെ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചെന്നോണ്ടുള്ളത് പടച്ച തമ്പുരാന് പരിശുദ്ധ ഖുർആനിൽ ചെന്നോണ്ടുള്ളത് യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ.
കല്ലുകുടി പോലോത്തത് അമൽ പദാർത്ഥം ഉണ്ടല്ല, കഞ്ച പോലോത്തത് അമൽ പദാർത്ഥ, ലഹരി പദാർത്ഥ, അതിനെ നിങ്ങൾ വിട്ടുപെടറോ? അതേപോലെ കുറി നോക്കിടതുണ്ടല്ലോ, അത് വിട്ടുപെടറോ? മൂർത്തികാരാധനകൃത് വിട്ടുപെടറോ? ജൂജാട്ട വിട്ടുപെടറോ? അത് നിങ്ങളെ ശൈത്താനായിട്ട് നിങ്ങളെ തെരുതപ്പാട്ടത്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയശാലിയാവുക മേറാബേണായിട്ട് നിങ്ങൾ ദൂരത്താക്കറൂ ചെന്നാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നോണ്ടുള്ളത് ഇന്നമാ يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون قال الله عز وجل. കള്ളുകുടി പോലോത്തത് നിങ്ങളെ പരസ്പര ശത്രുത്വം ഉണ്ടാക്കുവാത്, നിങ്ങളെ പരസ്പര വൈരുത്വം ഉണ്ടാക്കുവാത്, നിങ്ങളെ പരസ്പര കൊള്ളുകിന്ന പ്രേരണ ആക്കുവാത്, ഇബ്ലീസായിട്ട് കിടന്ന പിറകുകൾ കളിച്ചുകൊണ്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യരെ കള്ളു കുടിക്കണവണോ, ഗാഞ്ചത്തെ പിറകുകൾ കൊണ്ടവണോ, പള്ളിക്ക് വരല, അവിടെ നിസ്കരിക്കല, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ ചൊല്ലല, ദിക്റുടെ മജ്ലിസിൽ അവൻ പറകു തയ്യാറില്ല. അതുകൊണ്ട് ഫഹൽ അൻതും മുൻതഹൂൻ, അത് നിങ്ങൾ ദൂരത്താക്കില്ലേ, ഇന്നും മധുര വിട്ടുപിടില്ലേ, നിങ്ങൾ നല്ലവണാവുക വേണായിട്ട്. ഗാഞ്ച എങ്ങനെ മനുഷ്യരെ അത് നല്ല ഔകുപിടില്ല, അവന്റെ ഔത്തുള്ള നല്ല ഔകുപിടില്ല. ശത്രുടങ്ങമേ ഉണ്ടാക്കണത്, ഒറ്റക്ക് ഇന്നങ്ങളെ അത് കൊള്ളുപാട്ടത് ചെന്നല്ലേ. ഒരു പാലക്കാരുടെ മയ്യത്തായിട്ട് കിടക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകള്, റെയിൽവേ ട്രാക്കുകള്, തനിക്കാക്കി നോക്കുന്നത് കൊന്നവണോ ഒറ്റക്ക് ഇന്നവണോ. എത്ര മർഡർ ദക്ഷിണ കന്നഡ ജില്ലകൾ ഹിന്ദു മുസ്ലിമുകളുടെ കോമു ഗലഭയിൽ മരിച്ചതിനെ കാണയാറ് ഓപ്പൺ ചെല്ലനാണ്. മുസ്ലിമിടങ്ങും മുസ്ലിമേത്ര ആളുമാരെ ഇടയിൽ കോമുകളെ അല്ലാഹു പൊരുത്തപ്പെടാത്തത് അങ്ങനത്തെ ഉണ്ടാവുകയും അല്ലാഹുവേ ഞങ്ങളുടെ റായത്ത് ഹിന്ദും മുസ്ലിമും ജൈനനും ക്രൈസ്തനും പാറസ്യം ഒട്ടിക സൗഹാർദ്ദത്തോടുകൂടി ജീവൻ നടത്തുന്ന പോലത്തെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്ക തമ്പുരാനെ. കോമുകളിൽ ജീവ പോയതിനെ കാണയാറ് ദക്ഷിണ കന്നഡ ജില്ലയിൽ ജീവ പോയത് ഗാഞ്ചത്തെ കാരണത്തിൽ, റൗഡിസമുടെ കാരണത്തിൽ പരസ്പരം മുസ്ലിമുകളെ കൊന്നു തീർത്തത് അല്ലേ. മുസ്ലിമിടങ്ങളെ എത്ര ജീവ പോയിട്ടുണ്ട് കേട്ടെങ്കിൽ കോമുകളെ തീർന്നതിനെ കാണാൻ മരിച്ചതിനെ കാണയാറ് ഒരു 10 ഇരട്ടിയാറ് മുസ്ലിമിടങ്ങൾ അടിച്ചു കൊന്നുറാറ്. പെഞ്ഞയുടെ എതിരില്, ഉമ്മയുടെ എതിരില്, ഔത്തുൾഗത്ത് കൊണ്ടു പള്ളിയുടെ പിത്തറില് മുക്കച്ചേറുള്ള പള്ളിയുടെ പിത്തറില് എവിടെയുള്ള അടിച്ചു കൊത്തിട്ട് കൊന്നത്. എന്തു തലപിച്ചയില്ല. ഒരു തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ റായത്തിൽ കാട്ട് സ്വാഭാവികമായിട്ട് പോലീസ് ചന്തത്തിൽ വിട്ടു ചത്തുപോറു. നിങ്ങൾ കട്ട കേസിൽ വേണേ പോലീസ് രംഗം വിടില്ല. ഇതെല്ലാം മർഡർ കേസിൽ അതിൽ ബിസിയല്ല. എന്ത് ഞങ്ങളെ ബലത്തിരണ്ട് കേട്ടുള്ളത് എത്ര ജീവ പോയി. അതൊക്കെ വിരുദ്ധ പ്രതിഭട്ടനം ഉണ്ടാ? ഒരു പ്രതിഭട്ടനം ഇല്ല. വാട്സാപ്പിൽ സമരം ഉണ്ടാ? അങ്ങനത്തെ വിഷയം തല വെച്ചാക്കുന്നില്ല, ആരും ഉണ്ടില്ല. അഭിമാനത്തെ പ്രശ്നം പോലായിട്ട് മുസ്ലിം ഉമ്മത്ത് എന്തിത്തുക അങ്ങനെ ആക്കണേ. കൺട്രോൾ ആക്കുന്ന ചെന്നല്ല ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് സാധ്യമില്ല. ആക്കില്ല അങ്ങാക്കില്ല. പിന്നെ ഞങ്ങൾ തെരു കണ്ടുപിടിക്കണം. വേറെ തെരുവില്ല. എന്തൊരു തെരു ചെന്നല്ലേ ബീദിക്ക് പോകുന്നത് രസമാക്കുന്നത് കഷ്ട. നിന്റെ മക്ക പോയറിട്ട് പേരിച്ചു അല്ലാഹു ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കും തമ്പുരാനെ. ഇന്നിന്ന മക്കളെ ബീതി കിടണ്ട, ഇന്നിന്ന മക്കളെ ഭീതി കിടന്ന പുതിയൊരു എൻറ്റർ ഭീതിക ആവണ്ട. ഇന്ന് നിന്റെ മോന്റെ കഷ്ടം വന്നൊരു ബലത്തൊക്കെ പണി എത്രയില്ലപ്പ. അത് കള്ളു കുടിച്ചിട്ടും ഗാഞ്ച വലിച്ചിട്ടും നിക്ക് വന്നൊരു ചവിട്ടുകു തുടങ്ങിയാണ്ട് കണ്ടെങ്കിൽ എന്തൊരായിട്ടിക്കും പരിസ്ഥിതി. നാളെ ആഖിറത്തിൽ ഉത്തര നീനെ ചൊല്ലണം അല്ലാഹുടെ മുട്ടത്തിൽ. നിന്റെ മക്കളെ ഉത്തര ചൊല്ലണ, നീ ഉത്തര ചൊല്ലണം. അവർക്ക് സാധാരണ വാതിലുള്ള ചെല്ലത് മുസ്ലിമേത്ര ആളുമാരെ ഒരു ഏരിയ പോയി നോക്കിയുള്ളൂ. മുസ്ലിമേത്ര ഹിന്ദുമാർ ക്രിസ്ത്യന്മാർ അല്ലെങ്കിൽ വേറെ ധർമ്മത്തെ ആളുമാർ യാറെ ഇന്ന ഏരിയ ഉണ്ട്, അവിടെ പോയി നിങ്ങൾ നോക്കിയുള്ളൂ. മോന്തിയാകുമ്പോ ഒരു 8 ഗಂಟೆ ഒലിമ്പ് ഗಂಟൽ പിന്നെ അവിടെ ഒരു മനുഷ്യരെ കാണുക കിട്ടില്ല, പാലക്കാരൊന്നും കിട്ടില്ല. അങ്ങനെ ആൾക്ക് പോയിട്ട് കുടിക്കിടുങ്ങ ഉത്തര വീട്ടത്തിൽ കൂടി കുടിക്കുവാറ്, ഉത്തര ഉലകത്തേക്കും പോയിട്ട് കുടിക്കുവാറ്, അല്ലെങ്കിൽ ബാറിൽ വീട്ടത്തിൽ കുടിച്ചിട്ട് വരുവാറ്. വേറെന്തോ അമ്പാട്ടം ഗലാട്ടയും ഗുൾമാളും അങ്ങാക്കിട്ട് അടിച്ചുകൊള്ളുടെ വിസയൊന്നും അങ്ങോട്ടില്ല. 8 ഒലിമ്പ് ഗಂಟೆ കാണാൻ മുന്നലങ്ങ പോയിട്ട് ഉത്തര സേറിട്ടായിട്ട് ഞങ്ങളെ മുസ്ലിം ഏരിയ നോക്കുവളാ, മുസ്ലിം സ്ഥലങ്ങ യാറയുന്ന ജാഗ നോക്കുവളാ. 12 ಗಂಟೆ 1 ಗಂಟೆ ജാവുത്തോള ബീദർ സൈഡിലും മോരിലും മങ്ങാട് സൈഡിലും ഹോട്ടലിന്റെ സൈഡിലും പൊളിഞ്ഞ രക്ഷയുടെ ഉൾഗത്തിലും ഓടി മൂടിയും കുണുകുണു ചന്ദ്രേന്ദ്രമാ പലക്കെ പറഞ്ഞോണ്ട് അവിടെ അതേപോലെ ഗാഞ്ച വലിച്ചോണ്ട് മൊബൈൽ കളിച്ചോണ്ട് ഇങ്ങനെ സാധാരണ 2 ಗಂಟೆ 1 ಗಂಟೆ 1.5 ಗಂಟೆ 2 ಗಂಟೆ 3 ಗಂಟೆ ജാവുത്തോള ഞങ്ങളെ പാലക്കാർക്ക് മുസ്ലിം ഏരിയത്തിൽ ഉറക്കില്ലളാ.
ബാപ്പയും ഉമ്മയും മൂത്തുള്ള റാഹത്തിൽ ഉറങ്ങുക തുടങ്ങിയിട്ട് ഒലിമ്പ കണ്ട 10 ഗണ്ട ആകുമ്പത്തേക്ക് ഉറങ്ങുക തുടങ്ങിയിട്ടുണ്ടാവും. മോണായോണ് എന്നും വന്നിട്ടില്ല. ബഹുമത പാതി കണ്ണില് ഉറക്കിൽ ഇങ്ങനെ കാത്തുകൊണ്ടിക്കട്. മോണ് ബറുവ ബന്ധപുറത്തേക്ക് കൊടുക്കൂടാ. വിളമ്പിട്ട് റാഹത്തില് ബാപ്പ നയിച്ചിട്ട് കൊമ്പന്ന ചോറും കറിയും റെഡിയാക്കിട്ട് ബാരി കോരി തിന്നുക വരട്ട് ഉമ്മ വിളമ്പി കൊടുത്തു. സുബൈക്ക് ഒലിമ്പ കണ്ട 10 ഗണ്ടല്ലും 1 ഗണ്ട 2 ഗണ്ട ഉച്ചത്തോളം വന്ന് കിടക്കണവുത്തുള്ള ഉമ്മക്ക് ഒരു സമസ്യ അല്ലാതെ. നിന്റെ മക്ക 10 ഗണ്ടൽ പിന്നെ അല്ലെങ്കിൽ ഒലിമ്പൊലിമ്പര ഗണ്ടൽ പിന്നെ ഞങ്ങളെ റാഹ്യത്തെ മദ്രസത്തില ആ പള്ളിലാ നിസ്കാരല്ല കഴിഞ്ഞിട്ട് ഔത്തുക്ക് എത്ര സമയം വരെ ഒലിമ്പ ഗണ്ട ഒലിമ്പര ഗണ്ട അവിടെ കാണാം. ഒന്നുള്ള നിന്റെ ഉമ്മക്ക് ഔത്തുക്ക് ബന്നെങ്ക വന്നില്ല. പിന്നെ ഡോർ ഓപ്പൺ ആക്കണ്ടല്ല. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കിടക്കട്ടെ വലിയ വിസിയല്ല. ബീതിൽ പോയിട്ട് പോയിട്ടില്ല. ഏതെങ്കിലും കുറ്റക്കാട്ടിൽ പോയിട്ട് കിടക്കട്ടില്ല. എന്ത് അങ്ങനത്തെ മക്കളെ നീ ബൽത്തിയോണ്ടുള്ള നിന്റെ മക്ക ഒലിമ്പര ഗണ്ട 10 ഗണ്ടൽ പിന്നെ നിന്റെ ഉത്തര ഡോർ ഓപ്പൺ ആക്കണ്ട. ഒലിമ്പ ഗണ്ട 10 ഗണ്ട കാണും. ഒന്നുള്ള ഉത്തര ബൗൾഗത്ത് എത്ര ആള് മാർഗ മാത്രം ചോറ് കൊടുത്തെങ്ങമ്മയും ബീതിൽ നമസ്കരിക്കാണ്ട് ബീതിൽ നടക്കണ പോരോ തമ്മക്ക് ചോറ് കൊടുത്തതൊരു കൂലി കിട്ടല. ഇന്നും ചെല്ലടേ എന്തിരെ നിങ്ങൾ നല്ലവനോട്ട് കണ്ടെങ്കിൽ അള്ളാഹുടെ സഹായം നമുക്ക് ഉണ്ടാവുന്നോട്ട് കണ്ടെങ്കിൽ ഇസ്സത്തിൽ ജീവൻ നടത്തുന്നോട്ട് കണ്ടെങ്കിൽ മക്കു നല്ല മക്കു ചോറ് കൊടുക്കറല്ല. നല്ല മക്കൾക്ക് ചോറ് കൊടുക്കണം. നിസ്കരിക്കാത്തവർക്ക് ചോറ് കൊടുക്കണം. കാണാ ചോറ് എടുത്ത് വെച്ചിട്ട് പിറ്റാണ് സുബൈക്ക് ബീതി വേണ്ട നായി കിട്ടു കൊടുക്കണം. കൂലി കിട്ടും. അവിടെ കൂലി കിട്ടും. ബീതി നായിക്ക് ചോറ് കൊടുത്താൽ കൂലി കിട്ടുന്നുണ്ട്. പടിപ്പാട്ട് ധർമ്മമായിട്ട് കിട്ടി ഇസ്ലാം. ബീതി നായിക്ക് കള്ള സമയത്ത് തീരാണ്ട് പടിപ്പാട്ട് ഇസ്ലാം. ഈ നിസ്കരിക്കാത്ത നിന്റെ മോണ്ടെ കാണാൻ ബെറ്റർ.